ഓക്കെ, ഉമാശങ്കരി ഇത് നെറ്റ് കണക്ട് ആവുണ്ടായില്ലേ? കാണുന്നുണ്ടോന്ന് പറഞ്ഞേ, ഇത് കാണുന്നുണ്ടോന്ന് പറഞ്ഞേ. കാണുന്നുണ്ട്. Okay, okay. So module 3 and module 4 are there for series. Module 3 contents, we will just quickly go through the contents in 10 minutes. Urbanization is the major part of module 3 അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് പഠിക്കുക? Urbanization and industrialization. We know that urbanization is the need of the era. The more and more towns, more and more roads, more and more cities develop, it is an indicator of nation's progress അല്ലേ? അപ്പോൾ അർബണൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു തിങ് ആണ്. സോ ഇൻ അർബണൈസേഷൻ വരുമ്പോൾ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദി ഇൻഡസ്ട്രീസ് ഓൾസോ ഹാപ്പൻ. സോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഓൾസോ ഹാപ്പൻസ്. ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ എ സസ്റ്റൈനബിൾ വേ എന്നുള്ളതാണ് നമ്മുടെ മൊഡ്യൂൾ 3 പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് കാരണം നമ്മുടെ ക്ലൈമറ്റിലേക്കാണ് നമ്മളിതൊക്കെ പോയിന്റ് ചെയ്യുന്നത്. കാരണം അടുത്ത മൊഡ്യൂളിൽ നമ്മൾ വേറെ ക്ലൈമറ്റ് റെസീലിയൻ്റ് ആവണം സിറ്റീസ് എന്ന് പഠിക്കും, മൊഡ്യൂൾ 4 പഠിക്കുമ്പോൾ. അതായത് അർബണൈസേഷൻ ഈസ് എ നീഡ് ഓഫ് ദി എറ, ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ എ സസ്റ്റെയിൻ വേ, ദെൻ ഓൺലി ഗുഡ് തിങ്സ് വിൽ ഹാപ്പൻ അല്ലേ? ദെൻ അർബണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോബ്ലംസ് ഓഫ് അർബണൈസേഷൻ. ദെൻ 3 ടേംസ് വരുന്നുണ്ട്: അർബൺ സ്പ്രോള്, അർബൺ ഹീറ്റ് ഐലൻഡ്, അർബൺ ഫ്ലഡിങ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൻ്റെയൊക്കെ 3 സാധനങ്ങൾ, അർബൺ സ്പ്രോള്, അർബൺ ഹീറ്റ് ഐലൻഡ്സ്, അർബൺ ഫ്ലഡിങ്ങിൻ്റെ കോസസ്, എഫക്ട്സ്, മിറ്റിഗേഷൻ മെഷേഴ്സ് പഠിക്കണം. ദെൻ പിന്നെ ഇവിടെ വാട്ടർ കൺവേർസേഷൻ, ഇങ്ങനെ കുറച്ച് അർബൺ പ്ലാനിങ്, സോണിങ് ഓഫ് ലാൻഡ് യൂസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടേംസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്നു അതൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നോക്കണം കേട്ടോ. ദെൻ പിന്നെ വരുന്നതാണ് പില്ലേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലേ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ പില്ലേഴ്സ് ഏതൊക്കെയായിരുന്നു? 3 പില്ലേഴ്സ് ഓർമ്മയുണ്ടോ? അതായത് ദ റോ മെറ്റീരിയൽസ് ആർ ഒബ്റ്റെയിൻ ഫ്രം ദി എൻവിറോൺമെന്റ്, സോ വി ഷുഡ് comply the environmental sustainability. The things are taken from the environment and the things are the things we are converting to the products. So the materials will be in the കമ്പോളത്തിൽ വരും അല്ലേ? അപ്പോൾ എന്താണ് അത്? അവിടെ എന്ത് നമ്മൾ ഫോളോ ചെയ്യണം? അവരെ ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി, പിന്നെന്താണ് എൻവിറോൺമെന്റൽ, ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി, ടെക്നിക്കൽ സസ്റ്റൈനബിലിറ്റി, ഇങ്ങനെയുള്ള എല്ലാ ടെക്നിക്കൽ ഇല്ല കേട്ടോ. അതിൽ 3 പില്ലേഴ്സേ വരുന്നുള്ളൂ: എൻവിറോൺമെന്റൽ, ഇക്കണോമിക് ആൻഡ് സൊസൈറ്റി അല്ലേ? ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഇക്കണോമിയിൽ ഉണ്ടാക്കുന്ന ആ പ്രോഡക്ട്സ് നമ്മൾ സൊസൈറ്റിക്കല്ലേ ഇമ്പാർട്ട് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ 3 എലമെന്റ്സ് എന്നുള്ള രീതിയിൽ, ദീസ് ആർ ദ 3 പില്ലേഴ്സ് നല്ല രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സസ്റ്റൈനബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് അതിനെ 3 പറയുക. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈഫ് സൈക്കിൾ അനാലിസിസ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം, അതിൻ്റെ മൊത്തം പഠനം വേണം. ദെൻ മെറ്റീരിയൽ ഫ്ലോ അനാലിസിസ്, ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മനസ്സിലായി? അപ്പോൾ വേഗം നമുക്കൊന്ന് ഓടിച്ചിട്ട് പോവാം. അപ്പോൾ അത് ജസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഇത് ലേറ്റ് ആയിട്ട് വരുന്നത്. ഇനി കേറ്റില്ല എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ആൾക്കാരെ കേറ്റില്ല കേട്ടാ. അപ്പോൾ അർജുൻ ജോഷി ഇത് കാണുന്നുണ്ടാ? ഒന്ന് മൈക്കോൺ ഇത് പറയോ? തേജശ്രീ ഇത് കാണുന്നുണ്ടോ? ശരി. ഓക്കെ. സോ അർബണൈസേഷൻ എന്ന് പറയുമ്പോൾ കണ്ടോ? ഓക്കെ മതി. അപ്പൊ എന്താണ് ഇവിടെ വരുന്നത്? ഇവിടെ കണ്ടോ 2018 ദിസ് ഈസ് നമ്മളത് അത് എന്തോ ഞാൻ നോട്ടിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അർബണൈസേഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഈ മൊഡ്യൂൾ തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ലേ? അർബണൈസേഷന് ഇന്ത്യയിൽ എത്രമാത്രം അർബൺ ഏരിയാസ് ഉണ്ട്, അർബൺ പോപ്പുലേഷൻ ഡെൻസിറ്റി, അർബൺ ഏരിയയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി. എപ്പോഴാണ് നമ്മൾ അർബണൈസ്ഡ് എന്ന് പറയുക? ഇത്ര സ്ക്വയർ മീറ്ററിൽ ഇത്ര ആൾക്കാർ തിങ്ങി പാർക്കുമ്പോഴാണ് അർബണൈസേഷൻ എന്നൊക്കെ പറയുക. മനസ്സിലായോ? അപ്പോൾ ഇതിലുണ്ട്, അതൊക്കെ ഒന്ന് നോക്കിയാലും മതി കേട്ടോ. 2018 ആയപ്പോൾ ഇതായി മനസ്സിലായോ? അത് കുറേ പറയും. പിന്നെ ഞാൻ നോട്ടിൽ എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാരണം ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ്: എയർ പൊല്യൂഷൻ, ലാൻഡ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഓൾ ഹാപ്പൻസ് അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയാം. കണ്ടോ? 47% ഓഫ് പോപ്പുലേഷൻ ലിവ് വിത്തിൻ 400 മീറ്റേഴ്സ്. ആ രീതിയിൽ അവർ പറയുന്നുണ്ട് സ്റ്റാറ്റിക്സ് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കാം. ഇനി ഇവിടെ അർബണൈസേഷൻ, ഇത് ഇവിടെ അർബണൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താന്നൊക്കെ ഉള്ളത് ഇവിടെ അറിയാലോ. അത് ഇൻഡസ്ട്രിയൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു.
ഇനി ഇതൊക്കെ ഈ സ്ലൈഡുകളൊക്കെ വായിക്കുക. അർബണൈസേഷൻ എന്താണ്, ഇതൊക്കെ തന്നെയാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. മനസ്സിലായോ? ഇത്ര അഡീഷണൽ 2.5 മില്യൺസ് കണ്ടോ, ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൊജക്ഷൻ അല്ലെ, ഫ്യൂച്ചറിസ്റ്റിക് പ്രൊജക്ഷൻ ഇസ് ദാറ്റ് 2.5 മില്യൺ പീപ്പിൾ, അങ്ങനത്തെ രീതിയിലൊക്കെ. ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോയിൽ അർബണൈസേഷൻ, ഇന്ത്യൻ റേറ്റ് ഓഫ് അർബണൈസേഷൻ പറയുക. ഇതിൽ പറയുന്ന പോയിന്റ്സും കാര്യങ്ങളൊക്കെ വായിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ അതൊക്കെ നോക്കാം. ഇനി ഇത് പഠിച്ചു വെച്ചോ. പ്രോബ്ലംസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓവർ ക്രൗഡിങ് അല്ലേ, അതുപോലെ ലാക്ക് ഓഫ് അഫോർഡബിൾ ഹൗസിംഗ്, ഇൻക്രീസ് ട്രാഫിക് കൺജഷൻ, പൊല്യൂഷൻ, അർബൺ സ്പ്രോള്, അതിൽ നമ്മൾ അതിലേക്ക് എത്തും. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സ്. അർബണൈസേഷൻ എന്താണ്, അതിൻ്റെ ഇത് പഠിക്കണം കേട്ടോ. പ്രോബ്ലംസ് ഓഫ് അർബണൈസേഷൻ, മിറ്റിഗേഷൻ മെഷേഴ്സ്. അതായത് മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇഫ് യുവർ സിറ്റി ഈസ് ആൻ അൺപ്ലാൻഡ് ഓർ നോട്ട് സിസ്റ്റമാറ്റിക് സിറ്റി, നമുക്ക് അതിനെ എങ്ങനെ ശരിയാക്കി എടുക്കാം. നമ്മുടെ അർബണൈസേഷൻ ശരിയായില്ല എന്ന് വെച്ചാൽ ഒരു സിറ്റിയുടെ ടൗൺ പ്ലാനിങ് ശരിയായില്ല അല്ലേ. നമുക്ക് തൃശ്ശൂരൊക്കെ ടൗൺ പ്ലാനിങ് എഞ്ചിനീയറിംഗ് ഒക്കെ ഇല്ലേ. അപ്പോൾ തൃശ്ശൂരിൻ്റെ ടൗൺ പ്ലാനിങ് അവരായിരിക്കും ചെയ്യേണ്ടാവുക, അല്ലെങ്കിൽ ഓരോ സിറ്റിക്കും ഓരോ ടൗൺ പ്ലാനിങ് ഓഫീസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിയായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം കണ്ടോ, റീഡിസൈനിങ് ദ എക്സിസ്റ്റിംഗ് അർബൻ പ്ലേസസ്, അത് ചെയ്യണ്ടേ. മനസ്സിലായോ? അപ്പം ആ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഏതായിരുന്നു, ചണ്ഡീഗഡ് ആണ് വെൽ പ്ലാൻ സിറ്റി. അപ്പോൾ അത് ഒരു നല്ലൊരു അർബൻ സിറ്റിയാണ്, അതുപോലെ ആക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ പറയും. മിറ്റിഗേഷൻ എങ്ങനെ ചെയ്യാം. ഓക്കെ, അതുപോലെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനും വേണം, പ്ലാനിങ്ങും പ്രോപ്പർ ആവണം, നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് അല്ലേ, അതൊക്കെ നമ്മൾ പിന്നെ അടുത്ത മൊഡ്യൂളിൽ NBS എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കണ്ടോ, ഗ്രീൻ ബെൽറ്റ്സ്, നമ്മുടെ മറ്റു സാധനങ്ങളൊക്കെ, മാൻഗ്രോവ് അത് ഇതൊക്കെ ഇല്ലേ, വെറ്റ്ലാൻഡ്സ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടോ, ഹിൽ സ്ലോപ്സ്, കോസ്റ്റൽ ഏരിയാസ്, അതൊക്കെ അതിനൊക്കെ ഒരു പോർഷൻ കൊടുക്കണം. എല്ലാം അർബൺ ആവാൻ പാടില്ല. അർബൺ ഏരിയയിലും നമുക്ക് എന്ത് വേണം, ഗ്രീൻ എലമെന്റ്സ് വേണ്ടേ. ഓക്കെ, അതൊക്കെ അതുപോലെയൊക്കെ വായിച്ച് പഠിക്കുക. അർബൺ സ്പ്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്, അർബൺ സ്പ്രോള്, ആ ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്നുണ്ട്. അൺപ്ലാൻഡ് ആൻഡ് അൺകൺട്രോൾ സ്പ്രെഡ് ഓഫ് അർബൻ ഡെവലപ്മെന്റ് ഇൻ റൂറൽ ഏരിയാസ് അല്ലേ. അതായത് നമ്മുടെ റൂറൽ ഏരിയാസിലേക്ക് അർബണൈസേഷന്റെ കടന്നുകയറ്റത്തിനെയാണ് അർബൻ സ്പ്രോൾ എന്ന് പറയുക. അതും എങ്ങനെ, അൺപ്ലാൻഡ് ആൻഡ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള സ്പ്രെഡിനെയാണ് ഇതെന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഒരു ക്യാരക്ടറൈസേഷൻ എങ്ങനെയായിരിക്കും, ലോ ഡെൻസിറ്റി ഓട്ടോമൊബൈൽ ഡിപ്പെൻഡന്റ് ഡെവലപ്മെന്റ് വിത്ത് ഹോംസ് ആൻഡ് ബിസിനസ് ലൊക്കേറ്റഡ് ഫാർ, ഇത് കണ്ട് ഇതൊക്കെ വായിച്ച് പഠിക്കണം കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ കാണാറില്ലേ ചില ഫാക്ടറി, ലേറ്റ് ആയിട്ട് വന്നിട്ട് അടുത്ത ആള്. ഇത് എങ്ങനെയായിരുന്നു അത് അല്ല, നമ്മൾ കാണാറില്ലേ ഫാക്ടറികളൊക്കെ തമിഴ്നാട്ടിലൊക്കെ, ഞാൻ പറഞ്ഞില്ലേ ഫാക്ടറികളൊക്കെ വരുമ്പോ എങ്ങനെയായിരിക്കും, ഒരു കുറേ ഏക്കേഴ്സ് ഓഫ് ലാൻഡിൽ ഒരു സാധനം, ഒരു ഫാക്ടറി ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അതാണ് പറയുന്നത്, അവിടേക്ക് ഇതാണ് ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ എൻക്രോച്ച്മെന്റ് ആണ് യു ക്യാൻ സി അല്ലേ. ബട്ട് അപ്പൊ അതെന്തായിരിക്കും, ലോ ഡെൻസിറ്റി ആയിരിക്കും. ഇത് അർബൻ സ്പ്രോൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് എ തിക്ക് അർബണൈസേഷൻ, തിന്നായിരിക്കും. ലോ ഡെൻസിറ്റി ഓട്ടോമൊബൈൽ ഡിപ്പെൻഡന്റ് ഡെവലപ്മെന്റ്, ഹോംസ് ആൻഡ് ബിസിനസ് ലൊക്കേറ്റഡ് ഫാർ അപ്പാർട്ട് അല്ലേ. അവിടെ എന്തായിരിക്കും, ഹൗസ് ഡെൻസിറ്റി, റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും, ഹോംസിന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ആ ഒരു ഡെൻസിറ്റി ലോ ആയിരിക്കില്ലേ. കാരണം ഒരെണ്ണം കഴിഞ്ഞാൽ പിന്നെ കുറെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് കേട്ടാ. മനസ്സിലായോ? ഇനിയിപ്പോ ഇതൊക്കെ നോക്കി പഠിക്കുക. ഇത്രയൊക്കെ പോരെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക. അർബണൈസേഷൻ ഇതൊക്കെ ഉള്ള സ്ലൈഡുകളുള്ള പോയിന്റ്സ് ഒക്കെ പഠിക്കണം. അതൊക്കെ വായിച്ച് നോക്കിക്കോ. അതൊക്കെ ഏകദേശം ഒരേപോലെ. ഇത് എന്തായാലും വേണം. ലോ ഡെൻസിറ്റി അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ വായിക്കുക. യൂഷ്വലി കണ്ട ഓട്ടോമൊബൈൽ ഡിപ്പെൻഡൻസി എന്തായിരുന്നു, ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഓട്ടോമൊബൈൽ ഡിപ്പെൻഡൻസി, ഷോർട്ട് ട്രിപ്പിന് പോലെ നമുക്ക് അല്ലെ, നമുക്ക് കാരണം ഒറ്റപ്പെട്ടതല്ലേ ഈ ഒരു ഫാക്ടറി, അടുത്തത് കുറെ അകലെയായിരിക്കും. അപ്പൊ അവിടെ നിന്ന് നടന്നു പോകാനൊന്നും പറ്റുണ്ടാവില്ല. അങ്ങനെ നമ്മള് വാക്കിങ്ങും നിയർ ബൈ, കാരണം അങ്ങനെയൊക്കെ പോണ്ടി വരും. ഓട്ടോമൊബൈൽ ഡിപ്പെൻഡൻസി ഈവൻ ഫോർ ഷോർട്ട് ട്രിപ്സിനൊക്കെ വേണ്ടി വരും അല്ലേ. നമ്മൾ വല്ല ടൗണിലേക്കൊക്കെ എത്തിപ്പെടണമെങ്കിൽ വണ്ടികളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ പറയില്ലേ നമ്മള്. ഒരു ടൗൺഷിപ്പ് ആയിട്ടില്ല, അതൊരു റൂറൽ ഏരിയയിൽ ഒരു ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ വന്നിരിക്കുക. അപ്പൊ അവിടെയുള്ള റോ മെറ്റീരിയൽസ് എത്തിക്കാനും ഇതിനൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോ. സ്പൈറലിംഗ് ഗ്രോത്ത് ഔട്ട്വേർഡ് ഫ്രം ദി എക്സിസ്റ്റിംഗ് അർബൺ, അത് മനസ്സിലായല്ലോ. സ്പൈറലിംഗ് ആണ്, അതായത് അതിന്റെ അർബൻ കോറിലായിരിക്കും അത് ഉണ്ടാവുക. ദെൻ അതിനങ്ങനെ ചുറ്റും എന്നുള്ള രീതിയിൽ, അതൊക്കെ അതിന്റെ ഫീച്ചറാണ് കേട്ടോ. ഇത് വേർഡ്സും കാര്യങ്ങളും അതുപോലെ വരണം എന്നൊക്കെ വായിച്ചു. ലീഫ് ഫ്രോഗിങ് അത് പറ്റാമെന്നൊക്കെ നോക്കിയോ. സ്ട്രിപ്പ് ഡെവലപ്മെന്റ്, റിബൺ ഡെവലപ്മെന്റ്, അതായത്
അത് നമ്മൾ പറയാറുണ്ട് റോഡിന്റെ അടുത്തായിട്ടാണ് എന്താണ് വരിക, റിബൺ ആയിട്ട് ഒരു എലോങ് ദി റോഡ്. ഒരു റോഡിന്റെ വികസനമാണെങ്കിൽ ആ റോഡിനോട് ഓരം ചേർന്നിട്ടായിരിക്കും അതിന്റെ കൂടുതൽ വികസനം വരെ. ഉള്ളിലേക്കുള്ളവർക്ക് അധികം അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ആ രീതിയിലൊക്കെ എന്തൊക്കെയാണ് ഇവിടെ എഴുതി വെക്കേണ്ടത് കേട്ടോ. ദെൻ അർബൺ ആൻഡ് അൺഡിഫൈൻഡ് എഡ്ജ് ബിറ്റ്വീൻ, അതായത് എന്താണ് അർബൺ ഒരു റൂറലും അല്ല അർബണും അല്ല എന്നുള്ള രീതിയിൽ ഒരു സംതിങ് ആയിരിക്കും. ഇത് വേണമെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിനെ എല്ലാം പിടിച്ചിട്ട് ചാറ്റ് ജി പി ടിയിൽ ഇട്ടിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ കൊടുത്തോ. അപ്പൊ കുറച്ചും കൂടി ഇത് അവരുടെ നോട്ട്സ് ആണല്ലോ, അപ്പൊ അത് അതുപോലെ വെച്ചു. അപ്പൊ നിങ്ങൾ വാട്ട് ഈസ് അർബൺ സ്പ്രോൾ, അർബൺ സ്പ്രോളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ആദർശി സ്ലൈഡ് കാണുന്നുണ്ടോ എന്ന് വേഗം പറഞ്ഞേ. ഇപ്പൊ അർബണൈസേഷൻ, അർബൺ സ്പ്രോൾ കഴിഞ്ഞു കേട്ടോ. വേഗം മൈക്ക് ഓൺ ചെയ്തിട്ട് വേഗം പറയും. കാണാം. ശരി ശരി. അർബൺ ഹീറ്റ് ഐലൻഡ് UHI കേട്ടാ. അർബൺ ഹീറ്റ് ഐലൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇത് അറിയാലോ. എന്താണ് നമ്മളുടെ സിറ്റീസ് റീപ്ലേസ്, സിറ്റീസ് അർബണൈസേഷൻ വരുമ്പോൾ നാച്ചുറൽ അൺകവർ പോയിട്ട് അവിടെ പകരം ബിൽഡിങ്സ്, റോഡ്സ്, പേയ്മെന്റ്സ്, അതർ സർഫസസ് ആണ് വരുന്നത്. അപ്പോൾ ഓൾ ദി സർഫസ് അബ്സോർബ് ആൻഡ് റീറ്റെയിൻ ഹീറ്റ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഗ്ലോബൽ വാർമിങ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കൂടും. ദിസ് ഇൻക്രീസസ് എനർജി കോസ്റ്റ്, എയർ കണ്ടീഷൻ, അതൊക്കെ മനസ്സിലായി. പൊല്യൂഷൻ ലെവൽ എല്ലാം കൂടും. UH. അപ്പൊ ഈ പടമൊക്കെ വരച്ചത് നല്ലതായിരിക്കും കേട്ടോ. റൂറൽ ഏരിയയിലത്തെ ലാറ്റൻ ഹീറ്റ്, റൂറൽ ഏരിയയിൽ കണ്ട ഇത്ര ഇതേ വരുന്നുള്ളൂ ടെമ്പറേച്ചർ. ഇത് കണ്ടോ ഇവിടേക്കത്തെ അർബനിലൊക്കെ വന്നപ്പോൾ കൂടിയില്ലേ കമേഴ്ഷ്യൽ. അപ്പൊ ആ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വരച്ചാൽ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഇതാണ് ഇതിൽ പറയണത്. ഇതൊന്നും ഞാൻ പറയുന്നില്ല. അർബൺ ഹീറ്റ് ഐലൻഡ് ഇഫക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ അല്ലേ? കോസസ് എന്താണ്? റെഡ്യൂസ്ഡ് വെജിറ്റേഷൻ ആണ്. അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടിയിട്ടായിരിക്കും നമ്മൾ ബിൽഡിങ്സ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് കുറഞ്ഞത്. റെഡ്യൂസ് വാട്ടർ സ്പേസസ്, അവിടുത്തെ ചെടി മാത്രമല്ല കുളങ്ങളും ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് അവിടെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ അർബൺ കനോപ്പി, മൾട്ടി ലെയർ ബിൽഡിങ്സിനെയാണ് അർബൺ കനോപ്പി എന്നൊക്കെ പറയുന്നത്. പേവ്ഡ് സർഫസസിന് എന്താണ് നമുക്കറിയാലോ, അത് ഇംപെർമിയബിൾ ആയതുകൊണ്ട് വാട്ടറിനെ അത് ഫിൽട്രേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. എല്ലാം റൺ ഓഫ് ആയിട്ട് പോകും. അൺപ്ലാൻഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഡ്രെയിനേജ് ഒക്കെ പ്രോപ്പർ കൊടുത്തില്ലെങ്കിൽ അവിടെ ഒന്നും വെള്ളത്തിന് തങ്ങി ആക്കാൻ പറ്റില്ല. വിൻഡ് ബ്ലോക്കിംഗ്, ബിൽഡിംഗ് വരുമ്പോൾ വിൻഡിനെ ബ്ലോക്ക് ചെയ്യില്ലേ? മനസ്സിലായി? അപ്പൊ ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെ കോസസ്. ക്യാരക്ടറിസ്റ്റിക്സും കോസസും എന്താന്ന് വെച്ചാൽ അതല്ലേ മനസ്സിലായി. ഇതിന്റെ കോസസ് അല്ലെ? അതുപോലെ എയർ പൊല്യൂഷൻ, ഇതല്ലോ അൽബിഡം, ഇതൊക്കെ നോക്കി പഠിച്ചാൽ മതി കേട്ടോ. ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡ് ഗ്രീൻ റൂഫ്സ്, ഒരു കേസ് സ്റ്റഡി പോലെ ഒരു സാധനം ചിക്കാഗോയുടെ, ഇതൊക്കെ എഴുതിയാൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ വേറെ എന്തൊരു കേസ് സ്റ്റഡി ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ എഴുതി വെക്കുക കേട്ടോ. അപ്പൊ അർബൺ ഹീറ്റ് ഐലൻഡ് എന്ന് വെച്ചാൽ ഇതൊക്കെ എഴുതി വെക്കണം. അതിന്റെ മിറ്റിഗേഷൻ ഫോറസ്ട്രി തന്നെയാണ്. ഡേ ടൈം റേഡിയേറ്റീവ് കൂടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? റേഡിയേറ്റീവ് കൂളിംഗ് ഓഫ് റൂഫ് ആപ്ലിക്കേഷൻ, റൂഫിനെയൊക്കെ ഇങ്ങനെ തണുപ്പിക്കുക. മനസ്സിലായോ? പാസീവ് ഡേ ടൈം, അതെന്തോ നമ്മൾ വീഡിയോയിലൊക്കെ കാണാറില്ല. എന്തൊരു സാധനം ടെറസിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലതാണ്, തണുപ്പ് ചൂട് കാലത്ത് യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ വേറെ നനയ്ക്കുക, അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടൊക്കെ ഇതാക്കുക. ഓക്കെ. വൈറ്റ് റൂഫ്സ് ആൻഡ് ലൈറ്റ് കളർഡ് കോൺക്രീറ്റ്. ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ ഭയങ്കര ഹീറ്റ് അല്ലേ വരിക. അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ് കളർഡ് കോൺക്രീറ്റ് അടിക്കുക, വൈറ്റ് റൂഫ്സ് കൊടുക്കുക. അതൊക്കെയാണ് അതിന്റെ പ്രതിവിധി. മനസ്സിലായോ? അപ്പൊ അതിലുള്ളത് സിറ്റി റൂഫ്സ് കൊടുക്കുക, പ്ലാന്റിങ്. അതുപോലെ നമ്മുടെ നമ്മൾ പറയാറുണ്ട് ആ മീഡിയൻ പേയ്മെന്റിന്റെ മീഡിയനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രീൻ ആക്കാനായിട്ട് നമ്മൾ അവിടെ മണ്ണിട്ടിട്ട് അതിൽ ചെടികൾ കുഴിച്ചിട്ടിട്ട് നമ്മൾ കാണാറില്ലേ വലിയ ഇതിലെ മീഡിയൻസിലൊക്കെ നാരോ അല്ല ബ്രോഡ് ആയിട്ടുള്ള മീഡിയൻസ്, ഡിവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് അവിടെ നമ്മൾ മീഡിയൻസ് കൊടുത്തിട്ട് അവിടെ അതൊക്കെ ചെയ്യാം. അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് അർബൺ ഫ്ലഡിങ്. അർബൺ ഫ്ലഡിങ് അറിയാലോ. അർബൺ ഫ്ലഡിങ്ങിനെ പറ്റി ഞാൻ ഒന്നും പറയുന്നില്ല, നമുക്കറിയാം. നല്ല അർബൺ ഫ്ലഡിങ് എന്ന് പറയുമ്പോൾ റെയിൻഫോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫ്ലഡിങ് അല്ല. നമ്മുടെ സിറ്റിയിലെ അത് കാരണം തന്നെ മഴയുടെ ആധിക്യം കാരണം അവിടെ ഇംപ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് കാരണം അവിടെ ബിൽഡിങ്ങിൽ നിന്നും അതുപോലെ നമ്മുടെ പേവ്ഡ് സർഫസിൽ നിന്നുള്ള വെള്ളത്തിനൊന്നും ഒഴുകി പോകാനായിട്ട് എന്തില്ല, എല്ലാം ഇംപെർമിയബിൾ ആണ്. എല്ലാം കൂടി വന്നിട്ട് റോഡിലും അതൊക്കെ വന്ന് നിറഞ്ഞ് നിന്നിട്ട് അതിന് ഡ്രെയിൻ ഔട്ട് ആയി പോകാനായിട്ട് അതിൻ്റെ ഒരു ഇതില്ലാതെ അതെന്ത് ചെയ്യും? ആ ഡിച്ചസിലും അതുപോലെ ഡ്രെയിനേജിലൊക്കെ നിറഞ്ഞ് വെറ്റ് ഫ്ലോ അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഡ്രൈ വെതർ ഫ്ലോ, വെറ്റ് വെതർ ഫ്ലോ. വെറ്റ് വെതർ ഫ്ലോയുടെ അത് കൂടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ഫ്ലഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അർബൺ ഫ്ലഡിങ് ആണ് കേട്ടോ. ഇത് കുറേ ഉണ്ട്, ഇതൊക്കെ പഠിക്കുക.
അതിൻ്റെ മിറ്റിഗേഷൻ മെഷേഴ്സ് കുറേ പറയുന്നുണ്ട്. ഡ്രെയിനേജ്, ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ, നേരത്തെ പറഞ്ഞ സാധനം, ലാൻഡ് യൂസ്, അതുപോലെ ലാൻഡ് യൂസ് അല്ലെ നമ്മൾ എന്താണ് ഇതിൽ പറയുന്നത്, പാടം നികത്തി വീടൊക്കെ വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇതിലേക്ക് കാരണമാകും. ഫ്ലഡ് മാനേജ്മെന്റ് പ്ലാനിങ്ങിനുള്ള ഒരു സോൺസ് ഒക്കെ നമ്മൾ മാറ്റിയിട്ട് ഇതൊക്കെ കമ്മ്യൂണിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കുക, പ്ലാൻസ്. ഓക്കെ, ഇംപ്രൂവ്ഡ് അർബൻ പ്ലാനിങ് ഡിസൈൻ. അർബൻ പ്ലാനിങ് മര്യാദയ്ക്ക് ആവാത്തതുകൊണ്ടാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഇനി അടുത്തത് വാട്ടർ കൺസർവേഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറയും. വാട്ടർ കൺസർവേഷൻ ആണ് അടുത്ത ടോപ്പിക്. അപ്പോൾ അതിലിപ്പോൾ ഈ സ്ലൈഡിലുള്ള പോയിന്റ്സ് ഒക്കെ വായിച്ച് പഠിക്കുക കേട്ടോ. വാട്ടർ കൺസർവേഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്, അതൊന്ന് വായിച്ചാൽ കിട്ടുമല്ലോ. ഇനി അടുത്തത് അർബൻ പ്ലാനിങ് ആണ് നമ്മുടെ ഇതിൽ. അപ്പോൾ സോണിങ് ഓഫ് ലാൻഡ്, അർബൻ പ്ലാനിങ് ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ടൗൺ പ്ലാനിങ് ഓഫീസേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? സോണിങ് ഓഫ് ലാൻഡ് യൂസ് സോൺ ചെയ്യണമെങ്കിൽ ഡിഫറെൻറ്റ് മുനിസിപ്പാലിറ്റീനെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ലാൻഡ് യൂസിനനുസരിച്ചിട്ടുള്ളത് അവിടെ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ സോണിങ് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ ലോ ലേയിങ് ഏരിയാസ് ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെയൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ടെറൈനും ടോപ്പോഗ്രാഫിയും അതിൻ്റെ നേച്ചറും ലാൻഡ് യൂസ് പാറ്റേണും ഒക്കെ നോക്കിയിട്ടാണ് അവിടെ റെസിഡൻഷ്യൽ ബിൽഡിങ് എന്താ പറയുക, ഒക്യുപ്പൻസി കൊടുക്കാൻ പറ്റൂല്ലേ എന്നൊക്കെ നോക്കിയിട്ട് വേണം. അതുപോലെ അതിൻ്റെ ബിൽഡിംഗ് ഹൈറ്റ്, സെറ്റ് ബാക്ക് റിക്വയർമെൻറ്റ്സ്, മിനിമം ലോഡ് സൈസ് റിക്വയർമെൻറ്റ്സ്. മനസ്സിലായോ? ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ പഠിക്കണം കേട്ടോ. എന്തൊക്കെയോ അല്ല, നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ. ബിൽഡിങ്ങിൻ്റെ ലാൻഡ് യൂസ് മാത്രമല്ല, ബിൽഡിംഗ് ഹൈറ്റ്. കാരണം നമ്മൾ പറഞ്ഞില്ലേ ആ വിൻഡിൻ്റെ സംഭവമൊക്കെ പറഞ്ഞില്ലേ, വിൻഡ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ബിൽഡിംഗ് ഹൈറ്റ് ഒക്കെ എന്ത് ചെയ്യാൻ പാടില്ല, അനധികൃതമായിട്ട് കൊടുക്കാൻ പാടില്ല. സെറ്റ് ബാക്ക് പ്രോപ്പറായിട്ട് കൊടുക്കണം. അതൊക്കെ നമ്മുടെ ഈ പറയുന്ന പോലെ അർബൻ ഫ്ലഡിങ് ഒക്കെ കാരണം ആവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കുക. ഇനി ഇതിൻ്റെ അത്രയേ ഉള്ളൂ. ഇനി ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇതിൽ വേണമെങ്കിൽ കൂടുതൽ പോയിന്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് സോണിങ് ഓഫ് ലാൻഡ് യൂസിനെ പറ്റിയിട്ട് കുറച്ചും കൂടി വേണമെങ്കിലൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, വേറെ എക്സ്ട്രാ കിട്ടുമോ എന്നുള്ളത്. അതിൽ നമ്മൾ CRZ കോസ്റ്റൽ റൂൾസ് അത് എവിടെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അത് ഇവിടെ കാണാനില്ലല്ലോ. അതൊക്കെ ഒന്ന് എഴുതി വെച്ചോളൂ. നമ്മൾ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ലേ ജിസ്നി? പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതിൽ കാണാനില്ല. അപ്പൊ അത് മറ്റേ നീരജയുടെ സ്ലൈഡിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഈ സോണിങ് ഇല്ല, നിങ്ങൾ അതൊന്ന് ബോർഡിൽ എഴുതി വെച്ച് ഞാൻ ഗൂഗിളിൽ നോക്കി എഴുതിയതാവും. ഇതിൽ കാണാനില്ല. അപ്പൊ ഞാൻ എക്സ്ട്രാ പറയാൻ വേണ്ടി ഇതിൽ കണ്ടുപിടിച്ചതാവും. ഇതിപ്പോ ഇതിൽ കാണാനില്ല. അപ്പൊ എന്ത് വേണം, നിങ്ങൾ എങ്ങനെയാണ് ഓരോ സോൺസ് അല്ലെ, കോസ്റ്റൽ റീജിയണിൽ അർബണൈസേഷൻ വരുമ്പോൾ അവിടെ പാലിക്കേണ്ട സൊണേഷനിൽ വേണ്ട രീതിയിൽ, അതുപോലെ നമ്മുടെ ഫോറസ്റ്റ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അല്ലേ, ഓരോരോ ഇതില്ലേ, ആ രീതിയിലൊക്കെ ഒന്ന് നോക്കി നോക്കൂ. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. പിന്നെ എപ്പോഴെങ്കിലും വോയിസ് എന്തെങ്കിലും ഞാൻ അയച്ചുതരാം. ഇനി അടുത്തത് പില്ലേഴ്സ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് ഞാൻ ഒന്നും പറയുന്നില്ല. 3 എലമെന്റ്സ് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ, സൊസൈറ്റി, എൻവിറോൺമെന്റിൽ നിന്നുള്ള റിസോഴ്സസ്. ഇവിടെ ഒരു ലൈനിൽ ഇവർ പറയുന്നുണ്ട്. കണ്ടോ, എക്കണോമി, എൻവിറോൺമെന്റ് റിസോഴ്സ് തരും, എക്കണോമി അത് സെല് ചെയ്യും, ദെൻ അതെല്ലാം കൂടിയിട്ട് വരുന്നത് നമ്മുടെ ഇതിലാണ്. ഈ പടങ്ങളൊക്കെ വരയ്ക്കുന്നു. 3 സ്ഫിയേഴ്സിനെ പറ്റി പറയുന്നു. ഇനി സോഷ്യൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തുല്യത വേണം. ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാവർക്കും ഈക്വൽ രീതിയിൽ വേണം. ഗവൺമെന്റ് പ്ലാൻസും കാര്യങ്ങളൊക്കെ അവരുടെ പോളിസീസൊക്കെ ഫ്രെയിം ചെയ്യാനൊക്കെ ആയിട്ട് 6 പ്രിൻസിപ്പൾസ് ഓഫ് സൊസൈറ്റി എന്താണ്, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി. എൻവിറോൺമെന്റ് സസ്റ്റൈനബിലിറ്റി, അതായത് നമുക്കറിയാലോ എൻവിറോൺമെന്റിനോട് നമ്മളൊന്നും ഇത് ചെയ്യാൻ പാടില്ല. എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ്, ഇക്കോസിസ്റ്റംസ് മാത്രമല്ല, എയർ, വാട്ടർ, സോയിൽ, അതുപോലെ എനർജി ഒക്കെ വരും അതിൽ, ഹെൽത്ത് ആൻഡ് റെസീലിയൻസ് അങ്ങനെയൊക്കെ എന്തൊക്കെ. പിന്നെ എക്കണോമിക് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, അതിൻ്റെ ഇതാണ് ഇതിൽ പറയാൻ പറ്റിയൊരു സാധനം. ഇത് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ചാൽ, എന്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്? സസ്റ്റൈനബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേബിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് വാട്ടർ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ, ഇഫ് യു ആർ ടേക്കിംഗ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ടർ ആസ് ക്വാളിറ്റി ഓഫ് ലൈഫ് കൺസേൺ, how it could be unsustainable, how it could be sustainable. മനസ്സിലായോ? ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി മീറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, കുറച്ച് പൈസ കുറവിൽ എല്ലാവർക്കും കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും, സസ്റ്റൈനബിൾ അപ്രോച്ച് അല്ലേ. എന്നാൽ ഹൈ കോസ്റ്റിലാണെങ്കിൽ അൺസസ്റ്റൈനബിൾ. സോഷ്യൽ രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടുക, പക്ഷേ ഇത് വീക്കർ സെക്ഷന് ഡിപ്രൈവ്ഡ് ആവുകയാണെങ്കിൽ അൺസസ്റ്റൈനബിൾ ആണ്. എൻവിറോൺമെന്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈ ലെവൽ ഓഫ് പൊല്യൂഷൻ വരികയാണെങ്കിൽ അൺസസ്റ്റൈനബിൾ ആണ്.
If you are conserving the fresh water bodies and the pollution level is controlled, then your environmental sustainability you have met. മനസ്സിലായി. അതുപോലെ ഫുഡ്, വാട്ടർ, എനർജി ഇതൊക്കെ എഴുതി വെച്ചാൽ വളരെ നല്ലതായിരിക്കും ഈ സസ്റ്റൈനബിലിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, ഓരോ അത് കഴിഞ്ഞു. ഇനി അതൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ച് പഠിച്ചോളൂ. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറയണോ? അത് ഞാനൊരു വോയിസ് ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്നുകൂടി ഫോർവേഡ് ചെയ്യാം. ഞാൻ ഇതിപ്പം പറയണില്ല. ഇത് അന്ന് വിശദമായി ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. അത് ഒന്നുകൂടി ഫോർവേഡ് ചെയ്ത ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളത് കേട്ടാൽ മതി. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് സൈക്കിൾ അനാലിസിസ് പണ്ടേ പഠിച്ചിട്ടുണ്ടാവുമല്ലോ സസ്റ്റൈനബിളിൽ. അതിൻ്റെ ബേസിക് സ്റ്റെപ്സ് ഇതിലുള്ള അതേപോലെയൊക്കെ എഴുതി വയ്ക്കുക. അത് മനസ്സിലായില്ലെങ്കിൽ ആ വോയിസ് ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കേൾക്കാം. പ്രോസസ് ഓഫ് ഹൗ ലൈഫ് സൈക്കിൾ ഇൻവെൻട്രി ലൈഫ് സൈക്കിൾ അനാലിസിസ് ഇസ് ഡൺ. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് ഞാനത് വോയിസ് അയച്ചു തരുന്നുള്ളൂ. ഇത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല കേട്ടോ. അതിൻ്റെ ലിമിറ്റേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ ഒരു ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ എന്തോ ഒരു ഇതിൽ അതാണ് ഈ വീഡിയോയിൽ പറയണത്. ലൈഫ് സൈക്കിൾ അനാലിസിസ് ചെയ്തിട്ട് വിച്ച് ഈസ് ബെറ്റർ, ഗ്ലാസ് പ്രൊഡക്റ്റ് ആണോ പ്ലാസ്റ്റിക് ആണോ എന്ന്. അപ്പോൾ അവസാനം ഗ്ലാസ് ആണ് പൊട്ട എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ ഒരു കേസിൽ പ്ലാസ്റ്റിക് ആണ്. അത് എന്താ പറയുക, അങ്ങനെ എന്തോ മനസ്സിലായോ? അത് ഉണ്ടാക്കാനായിട്ടുള്ള അല്ലേ. അതിൻ്റെ ലൈഫ് സൈക്കിൾ അനാലിസിസ് സ്റ്റാർട്ടിങ് ഫ്രം ഇറ്റ്സ് ക്രാഡിൽ സ്റ്റേറ്റ് ടു ദി ഗ്രേവ് യാർഡ് സ്റ്റേറ്റ്. വാട്ട് ആർ ദി ഇമ്പാക്ട്സ് ഇറ്റ് മേക്സ് ടു ദി എൻവിറോൺമെൻറ്റ്. എൻവിറോൺമെൻറ്റിന് മാത്രമല്ലേ, എൻവിറോൺമെൻറ്റിന് മാത്രം ഉണ്ടാക്കുന്ന, പരിസ്ഥിതിക്ക് ഉണ്ടാക്കുന്ന ദൂഷ്യവശങ്ങളൊക്കെയാണ് അതിൽ സ്റ്റഡി ചെയ്യുന്നത് കേട്ടോ. ഇത് പിന്നെ ഇത് വേറൊരു ടൂളാണ് മെറ്റീരിയൽ LCA എന്ന് പറയുന്ന പോലെ തന്നെ വേറെ ടൂളാണ് മെറ്റീരിയൽ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രയാണ് അവിടെ. അത് ഞാൻ ആ വോയിസ് ഒന്നുകൂടി ഫോർവേഡ് ചെയ്ത് തരാം. അത് കേട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് ഒന്ന് വായിച്ച് പഠിക്കണമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുക്കുക. ബാക്കിയുള്ളതൊക്കെ വളരെ സിമ്പിളായിട്ട് പോകാവുന്നതേ ഉള്ളൂ. ഗ്രീൻ എനർജി ആയിരുന്നു അടുത്ത ടോപ്പിക്ക് ഈ മൊഡ്യൂളിലെ. ഗ്രീൻ എനർജി എന്ന് പറയുമ്പോൾ എന്താ? ഈ സ്ലൈഡ് തന്നെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേ. മറ്റേ കോളേജിൻ്റെ നോട്ട് എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഗ്രീൻ എനർജി എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പം നമുക്കറിയാലോ, നമ്മൾ ഫോസിൽ ഫ്യൂൽസിൻ്റെ ബദലായിട്ടുള്ള എനർജീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോളാർ, വിൻഡ്, ഹൈഡ്രോ ഇതൊക്കെ അല്ലേ ഗ്രീൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്താണ്? എൻവിറോൺമെൻറ്റൽ ഇമ്പാക്ട്സ് അത് കുറവായിരിക്കും മറ്റേതിനെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് കുറവായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ നവേഡേസ് നമ്മൾ ഗ്രീൻ എനർജി ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ ഇവിടെ വരുന്ന അടുത്ത ടോപ്പിക്കാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതും. അതൊന്നും പറയേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു ഹൈറാർക്കി നമ്മൾ ഫോളോ ചെയ്യും. പ്രിവെൻഷൻ അതല്ലേ, നമ്മൾ റെഡ്യൂസ്, റീസൈക്കിൾ, അത് ആ സാധനത്തിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റ് ഹൈറാർക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വേസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ വേസ്റ്റ് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് മിനിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ വേസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും, കമ്പോസ്റ്റ് അങ്ങനെ റീയൂസ് ഇതാക്കില്ലേ. പിന്നെ വേസ്റ്റിനെ എടുക്കണമെന്നില്ലേ, വേറെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഹൈറാർക്കി. പ്രിവെൻറ്റ് ചെയ്യുക, മിനിമൈസ് ചെയ്യുക, റീയൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക, റീസൈക്ലിംഗ് എന്നുള്ളിലേക്ക് പോവുക, അതിൽ നിന്ന് എനർജി റിക്കവറി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹയർ ലെവലിലെത്തി അല്ലേ. ദെൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇതാണ് ഇത്. മോസ്റ്റ് പ്രിഫേർഡ് ഇതാണ്, പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ലെവൽസ് ഒക്കെ ആയിട്ടാണ്, ലീസ്റ്റ് ഫേവേർഡ് ആയിട്ടാണ് നമ്മൾ അതിനെ ഡിസ്പോസ് ചെയ്യുക. എനർജി റിക്കവറി ചെയ്യുന്നത് നല്ലതല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ അതിൽ വേറെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഏതൊക്കെയാണ് റീസൈക്ലബിൾ, റീയൂസബിൾ, കമ്പോസ്റ്റബിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കിയാൽ നല്ലതായിരിക്കും. 3Rകളെ പറ്റി ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ചോദിക്കും കേട്ടോ. വാട്ട് ഈസ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, 3R കൺസെപ്റ്റ് ഇൻ സസ്റ്റൈനബിലിറ്റി. ഓക്കെ, അപ്പോൾ അത് പഠിക്കുക കണ്ടോ. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, എനർജി റിക്കവറി, ദെൻ ഡിസ്പോസ്. ദെൻ പിന്നെ ഉള്ളതൊരു ടോപ്പിക്ക് സസ്റ്റൈനബിൾ സിറ്റീസ്. എന്താണത് സസ്റ്റൈനബിൾ സിറ്റീസ് എന്ന് പറയുമ്പോൾ? എന്താ അതല്ലേ നമ്മൾ ഇത് തന്നിട്ടായിരുന്നു നിങ്ങൾ ആ അസൈൻമെൻറ്റ് എഴുതിയില്ലേ. സസ്റ്റൈനബിൾ സിറ്റി ഏതാന്ന് അത് തന്നെ, ഇത് സാധനം കോപ്പൻഹാഗനും. ഇത് പഠിക്കണം, കോപ്പൻഹാഗനും ഫ്രീബർഗ് ഗ്രീൻ സിറ്റി. ഇതാണ് നമ്മുടെ സസ്റ്റൈനബിൾ സിറ്റീസ്. മറ്റേത് വെൽ പ്ലാൻ സിറ്റീസ് ആയിരുന്നു. അർബനൈസേഷനിൽ വെൽ പ്ലാൻ സിറ്റി ചണ്ഡീഗഡ്,
സസ്റ്റൈനബിൾ സിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ, ഇത് വായിച്ചോളൂ, ഇതിൽ കുറേ പോയിന്റ്സ് ഉണ്ടായിരിക്കും. മിനിമൈസേഷൻ ഓഫ് റിക്വയർഡ് ഇൻപുട്സ്, വാട്ടർ, ഫുഡ്, കണ്ടോ, ഇതൊക്കെ ഇതാക്കുകയാണ്. ഈ എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഇതൊന്നും ഉണ്ടാവില്ല, അങ്ങനെ സസ്റ്റൈനബിൾ ആവുന്നുള്ള ഈ സ്ലൈഡിലുള്ള പോയിന്റുകളൊക്കെ പറഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഇവർ ഈ പറയണുണ്ടോ, പ്രമോട്ട് ദി യൂസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട്, വോക്കബിലിറ്റി അല്ലേ, സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ സസ്റ്റൈനബിലിറ്റി ഇൻ ലിവിങ്, ഫുഡിങ്, ലിവിങ്, ഓൾ സസ്റ്റൈനബിലിറ്റി ഇൻ ഓൾ ദി എലമെന്റ്സ് ഇൻക്ലൂഡിങ്, അതൊക്കെ ഓക്കെ. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അത് നോക്കണം. ഫീച്ചേഴ്സ് ദെൻ കോപ്പൻ ഹാഗൻ എന്ന് പറയുന്നത് എന്താണ്, അത് എവിടെയുള്ളതാണ്, എയർപോർട്ട്, ഇതൊക്കെ കണ്ടോ, അത് മെട്രോ സിസ്റ്റം വഴി, അതായത് മൾട്ടി ട്രാൻസിസ്റ്റ് സിസ്റ്റമാണ്. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ല നമ്മൾ പറഞ്ഞില്ല, ഒരു കണക്റ്റഡ് സിസ്റ്റമാണ്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റോപ്പിൻ്റെ റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്ത്, ആ രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്കതിനെ അവിടെ നമുക്ക് സസ്റ്റൈനബിലിറ്റി ഫോളോ ചെയ്യാം. ഒരു ഓട്ടോ വിളിക്കേണ്ട ആവശ്യം പോലും ഇല്ല, നമുക്ക് ട്രെയിനിൽ വന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക്, ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഇതാ നല്ലതല്ലേ. അപ്പം അങ്ങനെ അതൊക്കെയാണ് ഈ കോപ്പൻഹാഗനിലെ പ്രത്യേകത. സബർബ്സ്, റെയിൽ, ഓൾ കണക്റ്റഡ് ആണ്. കോമ്പിനേഷൻ വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ്, പ്രൈവറ്റ് കാർ യൂസ് ചെയ്യുന്ന അവർ ഇത് പറയുന്നുണ്ട്. കൺസ്ട്രക്ഷൻ, വേസ്റ്റ് ട്രാൻസ്പോർട്ടേഷനിൽ മാത്രമല്ല, അത് കണ്ടോ, വേസ്റ്റ് മാനേജ്മെന്റിലും ഇത്ര ഒരു കാര്യം ആസ്പെക്ട്സ് അവർ ടേക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. പെഡസ്ട്രൻ അല്ലെ, വാക്കിംഗ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ദെൻ അവർ കാർ പാർക്കിംഗ് സ്പേസ് കുറച്ചിട്ട് എന്താ കൂട്ടുന്നത്, ഫ്രീ സൈക്കിൾ ലൈൻസിൻ്റെ ഇത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവരുടെ സ്കീം, മനസ്സിലായോ. ഇനി അതിൻ്റെ ഗോൾസ് ഒക്കെ നോക്കുക, കണ്ടോ, ഇതൊക്കെ എഴുതിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സസ്റ്റൈനബിൾ സിറ്റി ട്ടാ. ഫ്രീബർഗ് ഗ്രീൻ സിറ്റിയും എന്താണ് കണ്ടോ, അതും ലണ്ടനിലെ എന്തോ സിറ്റിയാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ. വേൾഡ് വാർ ടുവിൻ്റെ ശേഷമാണ് ഇതിങ്ങനെ കാറ് യൂസേഴ്സിന് എന്നുള്ള പോലെയൊക്കെ അവർ പറയുന്നുണ്ട്. കുറച്ചിട്ട് ക്ലൈമറ്റ് പ്രൊട്ടക്ഷനും സോളാർ പവർ, റീസൈക്ലിംഗ് ഒക്കെയാണ് അവരുടെ എന്താ പറയുക സ്ലോഗൻസ്, മനസ്സിലായോ. അപ്പോൾ ഇതൊക്കെ നോക്കിയോളോ, പോയിന്റ്സ് ഉള്ളത് നോക്കിയിട്ട് എഴുതുക കേട്ടോ. പിന്നെ അടുത്തത് ബോഗോട്ട, കൊളംബിയ, 3 എണ്ണമൊക്കെ എഴുതിയാൽ വളരെ നല്ലതായിരിക്കും. എത്ര കൂടുതൽ എഴുതുന്നോ യൂണിവേഴ്സിറ്റിക്ക് സീരീസിനാവുന്നോ അപ്പം മാർക്ക് കൂടുകയുള്ളൂ, മനസ്സിലായോ. ട്രാവൽ റെസ്ട്രിക്ഷൻസ്, എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അവരെ ഫൈനും കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യും. കാരണം നിങ്ങൾ ഫോസിൽ ഫ്യൂൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് കൂടുതൽ എമിറ്റ് ചെയ്യുന്നത്, ഗ്ലോബൽ വാർമിങ്ങിലേക്ക് അക്കൗണ്ട് ചെയ്യും, മനസ്സിലായോ. അപ്പോൾ അത് പെഡസ്ട്രിയൻ സെഗ്രിഗേഷൻ ഇങ്ങനെയൊക്കെ ഓക്കെ. ഇനി ഇത് സസ്റ്റൈനബിൾ അർബണൈസേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയോ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. അപ്പോൾ അത് നോക്കിയാൽ മതി കേട്ടോ. അർബണൈസേഷൻ, സസ്റ്റൈനബിൾ അർബണൈസേഷൻ, ഇപ്പം ഇത്രയും പറഞ്ഞത് സസ്റ്റൈനബിൾ സിറ്റിയൊക്കെ സസ്റ്റൈനബിൾ അർബണൈസേഷൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് വേഗം നമ്മുടെ അടുത്ത മൊഡ്യൂളിലേക്ക് പോവാം. ഓക്കെ, അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 എന്തായിരുന്നു, ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്നുള്ളതാണ്, ഗ്രീൻ ടെക്നോളജീസ് എന്നുള്ളതാണ്. അപ്പോൾ ഗ്രീൻ എഞ്ചിനീയറിംഗ് എന്തായിരുന്നു, അത് പറയണ്ടല്ലോ, പ്രോഡക്റ്റ് എല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാതും ഗ്രീൻ ആവുക, ഇമ്പാക്ട്, റെഡ്യൂസ് ഇമ്പാക്ട് പ്രോസസ് ആൻഡ് പ്രൊഡക്ഷൻ, അതാണ് അതിൻ്റെ മോട്ടോ കേട്ടോ. നമ്മൾ വാട്ട് എവർ ദ പ്രൊഡക്റ്റ്, വാട്ട് എവർ ദ വെഹിക്കിൾ, വാട്ട് എവർ ദ കൺസ്ട്രക്ഷൻ യു ആർ മേക്കിംഗ്, ഇറ്റ് ഷുഡ് റെഡ്യൂസ് ദി ഇമ്പാക്ട്സ് ടു ദി എൻവിറോൺമെൻറ്റ്. എൻവിറോൺമെൻറ്റിലേക്ക് പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാവാൻ പാടില്ല, നെഗറ്റീവായിട്ടൊരു ഇമ്പാക്ട്സ് നിങ്ങളുടെ ക്രിയേഷൻ കൊണ്ട് ഉണ്ടാവാൻ പാടില്ല. അതാണ് ഗ്രീൻ എഞ്ചിനീയറിങ്ങിൻ്റെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഗ്രീൻ എഞ്ചിനീയർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ എഞ്ചിനീയർ പ്രിൻസിപ്പൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഉണ്ടാവും, ഇതിലുള്ള അതേ പോയിന്റ്സും കാര്യങ്ങളും എഴുതിയാൽ വളരെ നല്ലതായിരിക്കും. ഗ്രീൻ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇനി ഗ്രീൻ ടെക്നോളജിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ. ഓൾട്ടർനേറ്റ് ഫ്യൂൾസ് ടെക്നോളജി എൻവിറോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. ഇത് കണ്ട, ഓൾട്ടർനേറ്റ് ഫ്യൂൾസ്, ഫോസിൽ ഫ്യൂൾസിന്റെ ബദലായിട്ട് ഈ പറയുന്ന ബയോഫ്യൂൾസ്, CNG, ലിക്വിഫൈഡ് LPG ഇങ്ങനെ ഇതിൽ വരുന്നത്, ഹൈഡ്രജൻ ഫ്യൂൽ, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സോളാർ എനർജി, ജിയോ തെർമൽ എനർജി, ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ഇതിൻ്റെ എതിരാണ് കേട്ടോ. ഫോസിൽ ഫ്യൂൽസിന് ബദലായിട്ട് യൂസ് ചെയ്യാം. ക്ലീൻ എനർജി, അതുപോലെ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, പിന്നെ എന്തൊക്കെയായിരുന്നു, എഫിഷ്യൻസി, മനസ്സിലായോ. ഇതിപ്പോൾ ഇതൊക്കെ ഗ്രീൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. എൻ്റെ എക്സാമ്പിൾസ് ഒന്നും ഞാൻ പറയുന്നില്ല, അത് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് ടു എനർജി അല്ലേ, അത് ഞാൻ പറഞ്ഞതല്ലേ. മറ്റേ ലാൻഡ് ഫില്ലിൽ നമ്മൾ ലാൻഡ് ഫില്ലിൽ നിന്ന് എന്തുണ്ടാക്കുന്നു,
അതിൽ നിന്ന് നമ്മൾ അവിടുത്തെ ഫോസിൽ അവിടെ എന്തുണ്ടാവും, ബയോഗ്യാസ്, വേസ്റ്റ് ചെയ്യുന്ന ബയോഗ്യാസ് വരും. അതിനെ എടുത്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഗ്രീൻ ടെക്നോളജിയുടെ ഇതാണ് കേട്ടോ. ഇലക്ട്രിക് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ പ്രോഗ്രാമബിൾ തെർമോസ്റ്റാറ്റ്സ് അല്ലേ, എന്തെങ്കിലും സെൻസേഴ്സ്, ഇൻ്റലിജൻറ്റ് മെറ്റീരിയൽസ് നമ്മൾ ബിൽഡിങ്ങിൽ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ ഇപ്പോൾ ചൂട് കൂടുകയാണെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ വല്ല എനർജി കൺവേർഷൻ, തണുപ്പ് വരികയാണെങ്കിൽ അതിൽ നിന്ന് എനർജി അഡാപ്റ്റേഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഇൻ്റലിജൻറ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുക കേട്ടോ. അതായിരിക്കും പ്രോഗ്രാമബിൾ തെർമോസ്റ്റാറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക, റീസൈക്ലിംഗ് ചെയ്യുക, സെൽഫ് സഫിഷ്യൻറ്റ് ബിൽഡിങ്സ് അല്ലേ, ബിൽഡിംഗ് ദാറ്റ് പ്രൊഡ്യൂസ് ഹൈ എനർജി ടു പവർ ദംസെൽസ്, അതൊക്കെ അത് കണ്ടോ, സോളാർ പവറിൻ്റെത്, ലോ കാർബൺ കൺസ്ട്രക്ഷൻ, അതൊന്നും പറയണ്ടല്ലോ. കാർബൺ CCS, നമ്മുടെ കാർബൺ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നതല്ലേ നമ്മുടെ CCS, കാർബൺ സിക്വിസ്ട്രേഷൻ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾ അതുപോലെ 5 സ്റ്റാർ റേറ്റിംഗുള്ള ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് കാശൊക്കെ കുറയില്ലേ. അപ്പോൾ LED ലൈറ്റിങ്, 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളത്, വെർട്ടിക്കൽ ഫാം, കമ്പോസ്റ്റിങ്, വേവ് എനർജി, ബാറ്ററീസ്, അതൊക്കെ ചെയ്യുക. ഗ്രീൻ മെറ്റീരിയൽസ്, ബാംബു ഒക്കെ വളരെ നല്ലതാണ്. കാർബൺ ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ, അതൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതറിയാലോ, സർക്കുലർ ഇക്കണോമി എന്ന് പറയുമ്പോൾ ഇവരെന്താ പറയണത്, അത് ഇഫ് എ മാർക്കറ്റ് ഗിവ്സ് ഇൻസെൻറ്റീവ് ടു റീയൂസിങ് ഒരു പ്രോഡക്ട്സ് റീയൂസ് ചെയ്യുന്നതിന് ഇൻസെൻറ്റീവ് കൊടുക്കുന്ന ഇക്കണോമിയാണ് നിങ്ങളുടെ എക്കണോമി എങ്കിൽ, ഇന്ത്യൻ എക്കണോമി അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ അതിനെ സർക്കുലർ ഇക്കണോമി എന്ന് പറയും. അപ്പോൾ അവരെന്താണ്, സ്ക്രാപ്പ് അതല്ലാതെ നമ്മൾ എന്തൊക്കെ ഒരു 5 വാക്കുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങളുടെ സാധനം റീയൂസ് ചെയ്യുക എന്തെങ്കിലും, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക വേറെ ആർക്കെങ്കിലുമൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ സാധനം കേടുവരും റിപ്പയർ ചെയ്യുക, റീഫർബിഷ്മെൻറ്റ്, അത് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റീഫർബിഷ്മെൻറ്റ്, അതുപോലെ റീമാനുഫാക്ചർ ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, ഇങ്ങനെ നമ്മൾ അതിനെ ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആക്കുക. അതാ കണ്ടോ, ഇങ്ങനെ ഇത് ഈ പടം വരച്ച് വെക്കണം കേട്ടോ. സർക്കുലർ ഇക്കണോമി ബെനിഫിറ്റ്സ്, ഇത് റീയൂസ്, റെഡ്യൂസ്, റീഫർബിഷ് ഉള്ള വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ, മനസ്സിലായോ? ഈ ത്രോ എവേ സ്ക്രാപ്പായിട്ട് യൂസ് ചെയ്യാനുള്ളതൊന്നും അതിൻ്റെ ഒരു ഇതിലേ വരുന്നില്ല, പിക്ചറിലേ വരാതെ നമ്മൾ അതിനെന്താ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഇക്കണോമിയിൽ ഇങ്ങനെ പല രീതിയിൽ അതിങ്ങനെ അല്ലേ വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ അൾട്ടിമേറ്റ് ഡിസൈൻ പീരീഡ് കഴിയുമ്പോൾ വരെ നമുക്കതിനെ ഒന്നുകിൽ റീയൂസ്, റീപെയർ, റീഫർബിഷ്, റീമാനുഫാക്ചറിങ് ഒക്കെ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും എക്കണോമിയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ, അപ്പോൾ അതിനെ സർക്കുലർ ഇക്കണോമി എന്ന് പറയൂട്ടോ. മനസ്സിലായോ? അപ്പോൾ അത് ഇതൊക്കെ നോക്കുക. നോ ലോങ് ഇംപ്രൂവിങ് പ്രൊഡക്ടിവിറ്റി, 100% എഫിഷ്യൻ്റ് ആയിട്ട് അതിനെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വേസ്റ്റ് മെറ്റീരിയൽ എനർജി ഷുഡ് ബി ഇൻപുട്ട് ഫോർ അതർ വേസ്റ്റ് വളറൈസേഷൻ ഒക്കെ ഇതിലുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ. ഇനി ഇത് കേസ് സ്റ്റഡിയും കൂടി ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിലെല്ലാ കേസ് സ്റ്റഡിയും പഠിച്ചിട്ടില്ലെങ്കിൽ ഇതിൽ 2 എണ്ണം വലിയ കുഴപ്പമില്ലാത്തതുണ്ട്. ഗോവ വേസ്റ്റ് മാനേജ്മെന്റ് കോർപ്പറേഷനിലെ ഓർഗാനിക് വേസ്റ്റ് കമ്പോസ്റ്റിംഗ്, അപ്പോൾ അവർ ഓർഗാനിക് വേസ്റ്റിനെ കമ്പോസ്റ്റ് ആക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവണ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, അടുക്കള കിച്ചൺ വേസ്റ്റ്, ഓർഗാനിക് വേസ്റ്റിനെ കമ്പോസ്റ്റ് ആക്കാമല്ലോ. അപ്പോൾ അത് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നു. അങ്ങനത്തെ രീതിയിൽ വെറുതെ അത് നമ്മൾ അല്ലേ, അത് വെറുതെ നമ്മൾ ആ വേസ്റ്റ് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും തട്ടുകയാണെങ്കിൽ അത് കാര്യമില്ലല്ലോ. നമ്മളതിനെ വളമാക്കി, കമ്പോസ്റ്റ് വളമാക്കിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു എക്സാമ്പിളായിട്ട് ഇവർ പറയുന്നുണ്ട്. അല്ലാതെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഇന്ത്യൻ റെയിൽവേയിൽ ഓൾഡ് റെയിൽവേ ട്രാക്ക് ഉരുക്കി റീകാസ്റ്റ് ചെയ്തിട്ട് ന്യൂ ട്രാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു സർക്കുലർ ഇക്കണോമി അഡാപ്റ്റേഷനാണ്. മനസ്സിലായോ? ഇനി ടെക്സ്റ്റൈൽസിൽ നമ്മൾ അങ്ങനെയൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽ പെറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ക്ലീൻ ചെയ്തിട്ട് അവർ ഇത് ചെയ്യുന്നില്ലേ, ഇൻഡസ്ട്രിയൽ ടെക്സ്റ്റൈൽസിന് ഉപയോഗിക്കുന്നുണ്ട് അത്ര. അതുകൊണ്ട് അത് വലിയ കുഴപ്പമില്ല, അത് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു സാധനമായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും 2-3 എക്സാമ്പിളും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. മനസ്സിലായോ കേട്ടോ? അപ്പം അതാണ് നമ്മുടെ സർക്കുലർ ഇക്കണോമി. അടുത്ത റെസീലിയൻസ് പറയുന്ന ഒരു ടോപ്പിക്കാണ് തോന്നുന്നു ഇതിൽ വരുന്നത്. ഇവിടെ റെസീലിയൻസ് എവിടെ വന്നത്, പ്ലാനിങ്, കണ്ട റെസീലിയൻ്റ് ഇതിലേക്കാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തി. റെസീലിയൻസ് അറിയാലോ,
ഒരു സിസ്റ്റത്തിന്റെ എബിലിറ്റി ഓഫ് ദി സിസ്റ്റം ടു കോപ്പ് വിത്ത് അഡ്വേഴ്സ് ഇമ്പാക്ട് ആൻഡ് റിട്ടേൺ ടു ദി സ്റ്റേറ്റ് അല്ല ഒരു ഡിസാസ്റ്റേഴ്സോ സംഭവങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വേഴ്സ് ഇമ്പാക്ട് ടു കോപ്പ് വിത്ത് അഡ്വേഴ്സ് ഇമ്പാക്ട് ആൻഡ് റിട്ടേൺ ടു ദി സ്റ്റേറ്റ് അത് തിരിച്ച് അതിജീവനമായിട്ട് തിരിച്ചു വരുന്നത് തന്നെയാണ് കമ്മ്യൂണിറ്റി റെസിലിയൻസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ക്ലൈമറ്റിന്റെ രീതിയിലാണ് ഇത് പറയുന്നത്. ക്ലൈമറ്റ് റെസിലിയൻ കൺസ്ട്രക്ഷൻ ആയിരിക്കണം നമ്മുടെ, ക്ലൈമറ്റ് റെസിലിയൻ ബിൽഡിംഗ് ആയിരിക്കണം. റെസിലിയൻസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഒരു സിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ് സെക്ടേഴ്സ്, ഡ്രെയിനേജ്, വാട്ടർ സപ്ലൈ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത്, അതുപോലെ ബിൽഡിങ് എല്ലാം നമ്മൾ റെസിലിയൻ്റ് ആയിരിക്കണം. ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ, ഡിസാസ്റ്റേഴ്സ് അല്ല, ക്ലൈമറ്റിൻ്റെ അഡ്വേഴ്സ് ഇമ്പാക്ട്സ് വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പാകത്തിനുള്ളതായിരിക്കണം. പ്രിപ്പയറിങ് ആൻഡ് വൾണറബിലിറ്റി, അഡാപ്റ്റിംഗ് ഡിസാസ്റ്റേഴ്സ് അല്ലേ, അഡാപ്റ്റിംഗ് ടു ചേഞ്ച്, പ്രിപ്പയർ ആൻഡ് റെസ്പോണ്ട് ടു ദി ഡിസാസ്റ്റേഴ്സ്, മിറ്റിഗേറ്റിംഗ് ഗ്രീൻ ഹൗസ്. അപ്പം അതിന് എന്തൊക്കെ ഉപായങ്ങളാണ് നമ്മൾ എടുക്കുന്നത്? ഗവേണൻസ്, ഇന്നൊവേഷൻ, സിറ്റീസ് അല്ലെ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ്, അതുപോലെ അവിടെ ഇന്നോവേറ്റീവ് ഐഡിയാസ് വേണം, റിസ്ക് റിഡക്ഷൻ, ഓപ്പറേഷണൽ സസ്റ്റൈനബിലിറ്റി, ക്ലൈമറ്റ് ഇക്വിറ്റി, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ട് നമ്മുടെ സിറ്റി മാറും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് റെസിലിയൻ സിറ്റിയാണ് കേട്ടോ ഇപ്പോൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം എന്താ പറയുക, അർബണൈസ്ഡ്, വെൽ അർബണൈസ്ഡ് സിറ്റിയുടെ പറഞ്ഞു, പിന്നെ സസ്റ്റൈനബിൾ സിറ്റി, ഇപ്പോൾ കണ്ട ക്ലൈമറ്റ് റെസിലിയൻ സിറ്റി. ഇതിലുള്ളതൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതൊന്ന് ChatGPT ഇട്ട് കൊടുത്തിട്ട് പ്ലാനിങ് ഓഫ് സിറ്റീസ് ക്ലൈമറ്റ് റെസിലിയൻ എന്ന് കൊടുത്താൽ അതിലത്തെ എളുപ്പമുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കുക കേട്ടോ. മനസ്സിലായി? ഇപ്പോൾ നമ്മുടെ നോട്ടിൽ ഇപ്പോൾ ഇതൊക്കെയാണുള്ളത്. അത് അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിറ്റീസിനെ എങ്ങനെ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആക്കുക. തൃശ്ശൂർ സിറ്റിനെ കൂടുതൽ മാർച്ച് മാസത്തിൽ ക്ലൈമറ്റ് റെസിലിയൻ, അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ക്ലൈമറ്റ് റെസിലിയൻ്റ് ആവണമെങ്കിൽ എന്തൊക്കെ നടപടികൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഇതാണ് നടപടികൾ. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഞാൻ ആ അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇവർ പറയുന്ന പ്ലാനിങ് ഓഫ് സിറ്റീസ് ക്ലൈമറ്റ് ആവാനായിട്ട് വെർട്ടിക്കൽ ഫാംസ് അല്ലേ, അർബൺ ഹൈഡ്രോപോണിക്സ്, അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഓപ്പറേഷൻസ്, അർബൺ അഗ്രികൾച്ചർ. കുറച്ച് സ്ഥലമേ ഉണ്ടാവുള്ളൂ അർബൺ ഏരിയാസിൽ കൃഷി ചെയ്യണമെങ്കിലും അവിടെ നമ്മൾ കൃഷി ചെയ്യുക, എന്നാൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആവും. കൃഷിയാണ് എപ്പോഴും നല്ല ഒരു ഇത്. മൾട്ടിപ്പിൾ ബോട്ടം ലൈൻ എന്നൊക്കെ പറയുന്നത് പ്ലാൻ റിട്ടേൺ ടു ദി ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ എൻവിറോൺമെന്റ്, സോഷ്യൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, എന്താ ആർക്കേലും ഓർമ്മയുണ്ടോ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, നോക്കി നോക്കിക്കോ. അടുത്തത് പൊട്ടൻഷ്യൽ ഫ്ലഡ് മാനേജ്മെന്റ്. അതറിയാലോ. ഫ്ലഡ് മാനേജ്മെന്റ് നമ്മൾ എന്താവണം, യൂസിങ് ഹിസ്റ്റോറിക്കൽ റെയിൻഫോൾ ഡാറ്റ വെച്ചിട്ടില്ലേ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാം. അതിൻ്റെ ഫ്ലോസും കാര്യങ്ങളൊക്കെ പ്രഡിക്റ്റ് ചെയ്തിട്ട് അങ്ങനെ സിറ്റി റെസിലിയൻ്റ് ആയിരിക്കണം. അത് ഡാംസ് ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പം തൃശ്ശൂരാണെങ്കിൽ PG ഡാം ഉണ്ട്. അപ്പോൾ അതെന്തായിരിക്കണം, നമുക്കറിയാം ഡാം ഈസ് എ ഫ്ലഡ് കൺട്രോൾ മെക്കാനിസം എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റെയിൻഫോൾസ് ഒക്കെ വരുമ്പോൾ അവിടുത്തെ ഒരു കാര്യങ്ങളും വാട്ടർ ലെവലിൻ്റെ ഒരു ഹൈ ഫ്ലഡ് ലെവലൊക്കെ എത്ര വരും, ആ കാര്യങ്ങളൊക്കെ ഫോർകാസ്റ്റ് ഒക്കെ ചെയ്യണ്ടേ, എപ്പോഴാണ് അതിൻ്റെ ഇതൊക്കെ തുറക്കേണ്ടത്, അങ്ങനെയുള്ള ഷട്ടറും കാര്യങ്ങളും അതൊക്കെ സ്റ്റഡി ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാലാണ് ഒരു ക്ലൈമറ്റ് റെസിലിയൻ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ഫ്ലഡിങ് ഇല്ലാത്ത രീതിയിൽ അതിനെ ഇതാക്കണം. മനസ്സിലായോ? പിന്നെ സ്മാർട്ട് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അത് അവിടെ സ്മാർട്ടായിട്ട് നമ്മളവിടെ സ്മാർട്ട് ഗ്രിഡ്സ് ആർ പ്രൂവൺ വേ ടു ബൂസ്റ്റ് എനർജി സ്മാർട്ട് മീറ്ററിങ് ഓഫ് ബോത്ത് എനർജി ആൻഡ് വാട്ടർ സിസ്റ്റംസ് അല്ലേ. അപ്പം അത് ഇവിടെ കറണ്ട് കാശിനും നമുക്ക് അല്ല കറണ്ട് ബില്ലിനും കറണ്ട് ബില്ല് അടയ്ക്കാനും വെള്ളത്തിൻ്റെ ബില്ല് അടയ്ക്കാനൊക്കെ നമ്മൾ മീറ്റർ നോക്കിയിട്ടല്ലേ അവർ. അപ്പോൾ ആ മീറ്ററിൽ എന്താവണം, സ്മാർട്ടായിരിക്കണം, ആ രീതിയിലായിരിക്കണം. എററൊന്നും ഇല്ലാത്ത എറർ ഫ്രീ ആയിട്ടുള്ള സ്മാർട്ട് ഗ്രിഡ് സിസ്റ്റംസ് ആയിരിക്കണം. അല്ലെങ്കിൽ ആൾക്കാരത് മിസ്യൂസ് ഒക്കെ ചെയ്യില്ലേ. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലൊക്കെ ആവണം. ലോ ഇമ്പാക്ട് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഹൈ എമൗണ്ട് ഓഫ് അപ്പം നമ്മളിതിൽ പറയുന്ന പോയിന്റ് എപ്പോഴും എന്താ, നമ്മൾ ഒരു സിറ്റിയിൽ അഡ്വാൻസ്മെന്റ്സ് വരുമ്പോൾ, പ്രോഗ്രസ് നടക്കുമ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കണം, എന്തൊരു ഇതാണെങ്കിലും പോസിറ്റീവ് തിങ്സ് ഷുഡ് ഔട്ട്വൈ ദി നെഗറ്റീവ് തിങ്സ് അല്ലേ. ഏതൊരു പദ്ധതി വരികയാണെങ്കിലും അവിടുത്തെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കൂടുതൽ. ആ ഒരു പദ്ധതി വന്നുകൊണ്ട് അതിനെയാണ് നമ്മൾ എൻവിറോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി എന്ന് പറയുക, EIA, എൻവിറോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്. അപ്പം അത് ഒരു പദ്ധതിയുടെ പോസിറ്റീവാണ് കൂടുതലെങ്കിലാണ് നെഗറ്റീവിനേക്കാൾ എന്നാലും അത് അപ്രൂവൽ തന്നെ കിട്ടുള്ളൂ. അപ്പം ആ രീതിയിൽ ലോ ഇമ്പാക്ട് ഡെവലപ്മെന്റ്, ഇമ്പാക്ട് കുറവായിരിക്കണം. ലോ ഡെവലപ്മെന്റ് എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു ഡെവലപ്മെന്റ് കാരണം
പരിസ്ഥിതിക്ക് ലോ ഇമ്പാക്റ്റ് വരാൻ പാടുള്ളൂ, നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറവേ വരാൻ പാടുള്ളൂ. മേ ബി റോഡ് വേ പുതിയ അല്ല പാർക്കുകൾ വരാതിരിക്കാം, അല്ലെങ്കിൽ റോഡ് വേ ഡാമോ അല്ലെങ്കിൽ അങ്ങനത്തെ എയർപോർട്ടോ അങ്ങനെ എന്ത് വരികയാണെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട്സ് കുറവായിരിക്കണം. ക്ലിയർ അല്ലേ? ഡെവലപ്മെന്റ് അതൊക്കെ നോക്കുക കേട്ടോ. അപ്പം അതൊക്കെയാണ്. പിന്നെ അതുപോലെ ഇക്കോ അസറ്റ്സ് അക്കൗണ്ട്, ഇക്കോ അസറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, അക്യുഫേഴ്സ് സ്റ്റോറിങ്, അതിൽ നമ്മളുടെ വെറ്റ്ലാൻഡ്സ്, അക്യുഫേഴ്സ്, കോറൽ, ആ സാധനങ്ങളൊക്കെ സേഫ് ഗാർഡ് ചെയ്യണം. എന്നാലാണ് ആ ഒരു ഇതിന് എന്തുണ്ടാവുള്ളൂ, സിറ്റിക്ക് ഹെൽത്തും വെൽത്തും ഒക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? എന്നാലാണ് ക്ലൈമറ്റ് റെസിലിയൻ്റ് ആവാനും പറ്റുള്ളൂ. പിന്നെ ഇത് ഗ്രീൻ ഇൻഫ്രാസ്ട്രക്ചർ വേണം, അതറിയാലോ, അതിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ക്വാളിറ്റീസ് ഓഫ് റെസിലിയൻസിറ്റി ഇതൊന്ന് പഠിച്ചു വെച്ചോ, ഈ ടേംസ് ഒക്കെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട, അതും വളരെ പ്രധാനമാണ്, എല്ലാം പ്രധാനമാണ്, ഇതും വളരെ പ്രധാനമാണ്. എന്തായിരുന്നു NBS? ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ? അർജുൻ ജോഷി, ഈ ടൈറ്റിൽ ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞോണ്ടിരിക്കണേ? അർജുൻ ജോഷി ഉറങ്ങിയ? അർജുൻ ജോഷി ഹലോ, പറയും സാർ. എന്തൊന്ന് വായിച്ചേ? ഹലോ, ഇത് വായിക്കാൻ പറ്റിട്ടോ നിനക്ക്? നാച്ചുർ ബേസ്ഡ് സൊല്യൂഷൻസ്. വെരി ഗുഡ്. നാച്ചുർ ബേസ്ഡ് ശരി 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 ഓക്കെ, മതി മതി. അപ്പൊ ഇതൊരു ചോദ്യം കേട്ടോ, നാച്ചുർ ബേസ്ഡ് സൊല്യൂഷൻസ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നേച്ചർ ആയിട്ട് തന്നെ തരുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണ് അല്ലേ? നേച്ചർ അല്ലെ, നമ്മൾ ബയോമിമിക്രി നമ്മളിതൊക്കെ പറയില്ല, നേച്ചർ ആയിട്ട് തന്നെയുള്ള, വേറെ ഇതൊന്നുമല്ല. ഡിസാസ്റ്റർ പ്രിവെന്റ് ചെയ്യാനായിട്ട് നേച്ചർ, പ്രകൃതി തന്നെ ഒരുക്കി തന്നിട്ടുള്ള പോംവഴികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ICUN ഡിഫൈൻസ് NBS ആക്ഷൻസ് ടു പ്രൊട്ടക്ട് സസ്റ്റൈനബിൾ മാനേജ് ആൻഡ് റിസ്റ്റോർ നാച്ചുറൽ മോഡിഫൈഡ് ഇക്കോസിസ്റ്റംസ് എന്നൊക്കെ രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സോയിൽ കൺസർവേഷൻ അല്ലേ? നമുക്കറിയാം, നമ്മൾ ബോർഡിൽ അന്ന് എഴുതിയിട്ടുണ്ടല്ലേ, മണ്ണ്, പുഴ, കാട്, ഇതാണ് നമ്മുടെ സാധനങ്ങൾ. അപ്പം മണ്ണിനെ പ്രിസർവ് ചെയ്യുക, കാടിനെ റിസ്റ്റോർ ചെയ്യുക, ഫോറസ്റ്റ് റിസർവേഷൻ, റിവർ ഫ്ലോസിനെ നമ്മൾ റിവർ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? റിവർ ഫ്ലോനെ റിവർ ട്രെയിനിങ് ഒക്കെ പ്രോപ്പർ ആവുക, റിവർ റിജുനേഷൻ എന്ന് പറഞ്ഞിട്ട് പുഴ പുനരുദ്ധാരണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് റിവർ റിജുവനേഷൻ അല്ലെങ്കിൽ റിവർ ട്രെയിനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അതുപോലെ ക്ലൈമറ്റ് സ്മാർട്ട് ഓർ റീജനറേറ്റീവ് അഗ്രികൾച്ചർ ഒക്കെ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് നാച്ചുറൽ. ഇത് മാത്രം എഴുതിയാൽ പോരാ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ എക്സാമ്പിൾ ആട്ടോ. ഈ സെന്റൻസ് എഴുതാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് എഴുതിയതിനു ശേഷം എക്സാമ്പിൾസ് ആയിട്ട് ഇത് എഴുതാം. ദെൻ ഹെൽത്തി ഇക്കോസിസ്റ്റംസിനെ എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ NBSഉം അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇക്കോസിസ്റ്റം ആണെങ്കിൽ ഈ പറയുന്ന ഡ്രോട്ടും ഫ്ലഡും സ്റ്റോമും ഒന്നും ഉണ്ടാവില്ല, അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണിത്? ഇറ്റ്സ് എൻ അംബ്രല ടേം എന്നാണ് അവർ പറയുന്നത്. NBS ഇസ് എൻ അംബ്രല ടേം. ആ ഒരു ഇതിൽ കവറേജിൽ ഇത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, ഡിഫറെന്റ്. ക്ലിയർ അല്ലേ? ഇനി ഇത് കണ്ടോ, ചീപ്പാണ്, ഇതാണ് അതൊക്കെയാണ് NBSന്റെ. ഇത് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇത് ആ ഉള്ള സാധനങ്ങളെ നിങ്ങൾ നശിപ്പിക്കാതിരുന്നാൽ മതി. കാടുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാതിരുന്നാൽ മതി, അല്ലെങ്കിൽ കോറൽ റീഫ്സോ വെറ്റ്ലാൻഡ്സോ മാംഗ്രോവ് ഫോറസ്റ്റോ ഉണ്ടെങ്കിൽ നശിപ്പിക്കാതിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഇതാണ് ചീപ്പ്, ഇഫക്റ്റീവ് ആൻഡ് സ്കെയിലബിൾ ആണ്. നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് ഗവൺമെൻറ് എന്താ പറയുക, ഈ ചലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ബയോഡൈവേഴ്സിറ്റി ലോസ് ഇതൊക്കെ നോക്കുക കേട്ടോ. ദെൻ ആക്ഷൻസ്, ഇത് വേണ്ട ഇവിടെ എഴുതിയിട്ടുണ്ട്. ആക്ഷൻസ് ടു പ്രൊട്ടക്ട് സസ്റ്റൈനബിൾ മാനേജ് ആൻഡ് റിസ്റ്റോർ ദ നാച്ചുറൽ മോഡിഫൈഡ് ഇക്കോസിസ്റ്റം. എവിടേക്ക് അതിൻ്റെ ഡെഫിനിഷൻസ് കിടക്കുന്നുണ്ട്, ഇത് ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ചാലും മതി. ഓക്കെ, NBS എന്നുള്ളത് ഭയങ്കര ഗ്രോയിങ് ആയിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ആണെങ്കിൽ ഒന്ന് തുറന്നു വയ്ക്കുക. ഇതൊക്കെ ഞാൻ ഗ്രൂപ്പിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് നോക്കുക, ഡിസാസ്റ്റർ റിസ്ക് കണ്ടോ, അത് ഇതൊക്കെ ചെയ്താൽ ഇനി ഇതാണ് വരുന്നത്. ഫോറസ്റ്റ്, മാൻഗ്രോവ് ഫോറസ്റ്റ്, സാധാ ഫോറസ്റ്റ്, മറ്റേ മാംഗ്രോവ് കണ്ടൽ കാടുകൾ, അതുപോലെ കോറൽ റീഫ്സ്, വെറ്റ്ലാൻഡ്സ്, അർബൻ ഗ്രീൻ സ്പേസ്, ഇതാണ് ഇതിൽ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. ഇതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ് കേട്ടോ. നേച്ചർ കോസ്റ്റ് ഇഫക്റ്റ് നോ റിഗ്രറ്റ് എന്നൊക്കെ എഴുതി, അത് പോട്ടെ. ഇനി അടുത്തത് പ്രൊട്ടക്ടിങ് ആൻഡ് റിസ്റ്റോറിങ് ഫോറസ്റ്റ് ബൈ, കണ്ടോ എന്തിനാണ് നമ്മൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഫോറസ്റ്റ്, വെറ്റ്ലാൻഡ്, കോറൽ റീഫ്സിനെയൊക്കെ? അപ്പൊ എന്താണ്? ബൈ സ്റ്റോറേജ് കാർബൺ ആൻഡ് പ്രൊവൈഡിങ് ഫുഡ്. അപ്പൊ ഇതൊക്കെ ഒരു കാർബൺ സ്റ്റോറേജ് ആണ്, കാർബൺ സിക്വസ്ട്രേഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കും. നമ്മൾ പറഞ്ഞില്ലേ സിങ്കുകൾ എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു കാർബൺ സിക്വസ്ട്രേഷൻ പഠിച്ചപ്പോൾ. നാച്ചുറൽ സിങ്ക് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സിങ്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച് ഓർക്കുന്നുണ്ടോ സെക്കൻഡ് മോഡ്യൂളിൽ? അപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു കാർബണിനെ നമ്മളതിങ്ങനെ കാടും കടലും ഒക്കെ അതിലേക്ക് കാർബൺ സ്റ്റോറേജ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ടെന്ന്. അതുപോലെ ഇതൊക്കെ ഫോറസ്റ്റ് ഫുഡ്, അതുപോലെ അജിറ്റേഷൻ, സ്റ്റെബിലൈസ് സ്ലോപ്സ് അല്ലേ? ഇതിപ്പോൾ എന്താണ്? മണ്ണിൽപ്പിനെയൊക്കെ തടയില്ലേ, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവില്ല.
ദെൻ കമ്മ്യൂണിറ്റീസ് അതിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാർ, ഫോറസ്റ്റ്, വാട്ടർ റൺ ഓഫ്, റൺ ഓഫിനെ തടയും ഫോറസ്റ്റ്, കാരണം ചെടികളുടെ വേരുകൾ നിങ്ങൾക്കറിയാം. വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് റെഗുലേറ്റ് ഫ്ലഡ്സ്, ഫ്ലഡിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. കോസ്റ്റൽ വെജിറ്റേഷൻ ഫീച്ചേഴ്സ് സച്ച് ആസ് മാംഗ്രോവ്സ്, സ്റ്റോം സർജ് ഉണ്ടാവില്ല അല്ലെ, അതെന്താ ബ്രേക്ക് വാട്ടർ പോലെ ആക്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ. നമ്മുടെ കോറൽ റീഫ്സിന് എന്താ ചെയ്യാൻ പറ്റുക, നാച്ചുറൽ ബ്രേക്ക് വാട്ടർ പോലെ ഈ വരുന്ന എന്താ പറയുന്നത് നമ്മുടെ ഇതിനെ തടയും. കോറൽ റീഫ്സ് ഫ്ലഡ്, സ്ട്രോങ് വിൻഡ്, സ്റ്റോം സർജ്, അതുപോലെ വേവ് ആക്ഷൻസിനെയൊക്കെ ഡിസിപ്പേറ്റ് ചെയ്യും. ഹെൽത്തി കോറൽ റീഫ്സ് ക്യാൻ റെഡ്യൂസ് വേവ് എനർജി. കോസ്റ്റൽ സ്റ്റോം അല്ലെ, സ്റ്റോം പോലെ വരികയാണെങ്കിൽ ആ വേവ് എനർജിനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ ഹെൽത്തി കോറൽ റീഫ്സിന് പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അത് നോക്കുക കേട്ടോ, NBS. ഇനി ഇത് നോക്കുക, കേസ് സ്റ്റഡി ആയിട്ട് ടൈഫൂൺ ഹൈയാൻ ഫിലിപ്പൈൻസിലെ. അവിടെ എന്താ ഉണ്ടായിരുന്നത്, അവിടെ എന്തായിരുന്നു, മാൻഗ്രോവ് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുള്ളത് കാരണം അവിടെ എന്തോ ഒരു ഇത് വന്നപ്പോൾ, ഹെറിക്കെയിൻസ് വന്നപ്പോൾ, ടൈഫൂൺ വന്നപ്പോൾ പ്രശ്നമായി. പക്ഷെ കുറേ കമ്മ്യൂണിറ്റീസ് എവിടെ ഇതുണ്ടായിരുന്നു, മാൻഗ്രോവ്സ് ഉണ്ടായിരുന്നു, അവിടെയുള്ള ആൾക്കാർ മരിച്ചില്ല. അതില്ലാത്ത സ്ഥലത്തുള്ള ആൾക്കാരാണ് ഇത് ഉണ്ടായത്. കാരണം എന്തായിരുന്നു പ്രൊവിൻസ് മാൻഗ്രോവ്സ്. കാരണം മാൻഗ്രോവ്സിന്റെ പ്രത്യേകത എന്താ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട് ആരെങ്കിലും? ഈ ഫ്ലഡ് എന്താ പറയുക, വെറ്റ് വെതർ ഫ്ലോ അല്ല, അത് ഇങ്ങനെ പ്രസിപ്പിറ്റേഷൻ റൺ ഓഫ് കൂടുതൽ വരുമ്പോൾ, ഓൾറെഡി ആ സ്ട്രീമിലേക്ക് ഇങ്ങനെ ഓവർ റൺ ഓഫ് വരുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മുടെ മാൻഗ്രോവ് ഫോറസ്റ്റ് ദേ ആക്ട് ലൈക്ക് ബാരിയേഴ്സ് മാത്രം ആക്ട് ചെയ്യും. അതൊരു പോയിന്റ്. അതുപോലെ അതന്നെ, അതാണ് പ്രധാനപ്പെട്ട ആ ഫ്ലഡ് കൺട്രോൾ ചെയ്യും. പിന്നെ അതുപോലെ ഈ ഫ്ലഡിൽ വരുന്ന ഈ വേസ്റ്റും സാധനങ്ങളൊക്കെ അവിടെ വന്ന് അടിഞ്ഞിട്ട് അത് സിൽട്ടേഷൻ അല്ലെ, അത് പിന്നെന്താ ഉണ്ടാവുക, അതിലെ കണ്ടാമിനൻസിനെ ഇതിന്റെ റൂട്ട്സ് ക്യാച്ച് ചെയ്യും. ഈ പൊല്യൂട്ടൻസ് ഇങ്ങനെ വരില്ലേ, അപ്പോൾ ആ പൊല്യൂട്ടൻസ് ഇതിന്റെ വേര് അതിനെ എന്തെങ്കിലും ഇംബൈബ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോയില്ല. വാട്ടർ പൊല്യൂഷനും കുറയ്ക്കാൻ പറ്റും, ഫ്ലഡ് കൺട്രോളും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങൾ നമ്മുടെ മാൻഗ്രോവിനുണ്ട് കേട്ടോ. അതുപോലെ ഇതൊക്കെ നോക്കുക, ഞാൻ പറയുന്നില്ല. ഈ ഒരു ടൈഫൂൺ ഇതൊക്കെയാണ് നമ്മുടെ നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഇതിൻ്റെ ഇത്. ഇനി കോറൽ റീഫിനെ പറ്റിയിട്ട് കണ്ട 97% വേവ് എനർജി കുറയ്ക്കാൻ കോറൽ ലീഫ്സ് ഇത് കണ്ട. ഇവിടെ കോറൽ ലീഫ് ഉള്ളതും ഇല്ലാത്തതും രണ്ട് പിക്ചർ ഇവർ വെച്ചിട്ടുണ്ട് കണ്ട. ഇതിൽ കണ്ട കോറൽ ലീഫ് ഉണ്ട്, ഇവിടെ കോറൽ ലീഫ് ഇല്ലല്ലോ, മാൻഗ്രോവും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പടം വരച്ചാൽ നല്ലതല്ലേ. അപ്പോൾ ദിസ് ഇസ് എ വൾണറബിൾ സിറ്റുവേഷൻ, ദിസ് ഇസ് എ റെസീലിയൻ സിറ്റുവേഷൻ. ക്ലിയർ ആണോ? അപ്പോൾ അത് നോക്കിയേക്കോട്ടാ. ഇനി സീഗ്രാസ്, മെഡോസ് അതൊക്കെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് എഴുതിക്കോളൂ. കോറൽ റീഫ് മാത്രമല്ല, ഇവിടെ സീഗ്രാസ് കണ്ടോ, അതൊക്കെ സീഗ്രാസ്, മെഡോസ് അതൊക്കെ സെഡിമെന്റ്സിനെ മണ്ണൊലിപ്പ് തടയുന്ന പോലെ നമ്മുടെ ചെടികൾ, ടെറസ്ട്രിയൽ vegetation, how it prevent the soil erosion. In such a way, seagrass meadows help to retain the sediments. So by reducing the coastal erosion. മനസ്സിലായോ? അപ്പോൾ അതാണ് അവിടെ വരുന്നൊരു പോയിന്റ്. ദെൻ മാംഗ്രോ ബെൽറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇനി വീണ്ടും പറയണ്ടല്ലോ. അത് നമ്മുടെ ഇതാണ്, വേവ് ഹൈറ്റ് കുറയ്ക്കും. ജസ്റ്റ് ലൈക്ക് ബ്രേക്ക് വാട്ടർ പോലെ, ഒരു നാച്ചുറൽ ബ്രേക്ക് വാട്ടർ പോലെ ആക്ട് ചെയ്യും. ദെൻ കോസ്റ്റൽ ഫോറസ്റ്റ് വിൻഡ് ബ്രേക്ക് ആയിട്ടും ചെയ്യുന്ന കോസ്റ്റൽ ഫോറസ്റ്റ് കണ്ട. ഈ കണ്ടൽക്കാട് തന്നെ കോസ്റ്റൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇത് തന്നെ മാംഗ്രോവ് ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും വിൻഡിനെ അത് ബ്രേക്ക് ചെയ്യും. ഫ്ലഡിന്റെ കേസ് മാത്രമല്ല കണ്ട, അത് ഓരോന്ന് വായിക്കുമ്പോഴും ഓരോരോ പോയിന്റ് കിട്ടുക. അപ്പൊ ഇതൊക്കെ അടിപൊളി പോയിന്റ്സ് ആണ്, ഇതൊക്കെ എഴുതിയാൽ വല്ല മാർക്ക് കിട്ടും കേട്ടോ. ഇനി ഇക്കോസിസ്റ്റം ആസ് സ്പോഞ്ചസ് എന്ന് പറയുന്നുണ്ട്, അതും അടുത്തൊരു NBS. അപ്പോൾ എന്താണ് ഇക്കോസിസ്റ്റം ആസ് സ്പോഞ്ച് എന്ന് പറയുമ്പോൾ, ഈ സ്പോഞ്ച് ഫംഗ്ഷൻ ഹാസ് 2 പ്രൊട്ടക്റ്റീവ് ബെനിഫിറ്റ്സ്. റാപ്പിഡ് റൺ, നമ്മുടെ എന്താണ് നമ്മുടെ ഒരു ഇതൊക്കെ ആലോചിച്ചോളൂ, ഇക്കോസിസ്റ്റം ആസ് സ്പോഞ്ച്, അതായത് ഈ ഫോറസ്റ്റ്, വെറ്റ്ലാൻഡ്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അതൊരു സ്പോഞ്ച് പോലെ ആക്റ്റീവ്. ഫോറസ്റ്റ് നമുക്കറിയാലോ, ഈ കാർബൺ സിക്വസ്ട്രേഷൻ, അതുപോലെ മഴ വരുമ്പോൾ വെള്ളത്തിനെ അത് എടുക്കും, അങ്ങനെ എല്ലാ സാധനങ്ങളും ആ കാട്ടിലേക്ക് ഇതായിട്ട് പോകും. അതുപോലെ വെറ്റ്ലാൻഡ്സ് ആണെങ്കിലും നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ മാംഗ്രോവ് ഫോറസ്റ്റ് ഒക്കെ വരുന്ന വെറ്റ്ലാൻഡ്സിൽ തന്നെയാണ്. അപ്പോൾ അത് റെയിനെ ആണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അത് ഇങ്ങനെ ഇത് ചെയ്യും. അപ്പോൾ അതാണ് സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യുന്നത്. സ്പോഞ്ച് എല്ലാത്തിനെയും ഇങ്ങനെ ആഗിരണം ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ അതുപോലെ കാർബൺ ആണെങ്കിലും വെള്ളമാണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും ഒക്കെ മാംഗ്രോവ് ഫോറസ്റ്റ് വേസ്റ്റ് വരെ അതിൻ്റെ റൂട്ട്സ്
ജസ്റ്റ് ലൈക്ക് ഇതായിരുന്നു കുളവാഴയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, കുളവാഴയുടെ വേരുകൾ വേസ്റ്റിനെ കണ്ടാമിനൻസിനെ ടാപ്പ് ചെയ്യില്ലേ, അതേപോലെ ഇത് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെയാണ് സ്പോഞ്ച് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പം അത് പഠിച്ചു വെക്കാം. ഇനി അതുപോലെ എന്താ പറയുക, നമുക്കറിയാലോ കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് സ്റ്റീപ്പ് സ്ലോപ്പ് ഫോറസ്റ്റുകളുള്ള വെസ്റ്റേൺ ഗാർഡ്സിലൊക്കെ എന്താണ് അവിടെ മണ്ണൊലിപ്പും കാര്യങ്ങളും ലാൻഡ് ഇറോഷനും ഇതൊന്നും ഇല്ല. ഫോറസ്റ്റ് ട്രീ റൂട്ട്സ് സ്റ്റെബിലൈസ് ലാൻഡ് സ്ലൈഡ്സ് ഒന്നും വരില്ല. ഈ പോയിന്റ്സ് ഒക്കെ NBS എഴുതി വെക്കുക. കാരണം NBS പറയുമ്പോൾ എന്താ, ഡിസാസ്റ്റർ വരാതിരിക്കാൻ പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള പോംവഴികൾ തന്നെയാണ് നാച്ചുറൽ ബേസ്ഡ് സൊല്യൂഷൻസ് പറയുന്നത്. ബാരിയേഴ്സ്, റോക്ക് ഫോൾ, ആവലാഞ്ചി അല്ലേ, റോക്ക് ഫോൾസ്, ആവലാഞ്ചി, ലാൻഡ് സ്ലൈഡിന്റെ ഇത്, മഡ് ഫ്ലോസ്, ഡെബ്രിസ് ഫ്ലോ, ഇതൊന്നും ഉണ്ടാവില്ല. ഇതിൽ കുറേ ഓരോ സ്ലൈഡും ഓരോ പോയിന്റ് ആണ് കേട്ടോ. ഇനി അതിന്റെ ബെനിഫിറ്റ്സ് ഇതാണ്. ഇപ്പൊ ഈ പറഞ്ഞ അത് പറയണ്ടല്ലോ, നമ്മൾ ഇതെല്ലാം ബെനിഫിറ്റ്സ് ആണ്. നമ്മുടെ ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, ഫ്ലഡ് ആൻഡ് ന്യൂട്രീഷൻ, ലാൻഡ് സ്ലൈഡ്, ഡിസാസ്റ്ററിന്റെ മിറ്റിഗേഷൻ മാത്രമല്ല, കൂടാതെ NBS എക്കണോമിക് ഓപ്പർച്യൂണിറ്റി ആണ്, ഫുഡ് ആൻഡ് സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇനി അടുത്തത് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഫോർ കോമ്പാറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. ഒന്ന് പോയിക്കോ അവിടുന്ന്, മതിയായവരൊക്കെ ഇറങ്ങിപ്പോയിക്കോ, ഞാൻ അത് പറയും. അടുത്തത് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ്. ആൽവിൻ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ആൽവിൻ പോയാ? അവിടെ കിടന്നുറങ്ങിക്കോ, കുഴപ്പമില്ല, അതിപ്പോ ക്ലാസ് അല്ലല്ലോ, എനിക്ക് കാണണ്ടല്ലോ. അപ്പൊ ഇനി അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് പറയാം. ഇതിപ്പോ വലിയ സുഖമൊന്നുമില്ല, അത് നിങ്ങൾ വായിച്ചാൽ മതി. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാണ്ട് എനിക്കിനി, അത് വേഗം അതായിരുന്നു. അത് ഇതൊന്നും പറയണ്ടല്ലോ. അതുണ്ട് അഡാപ്റ്റേഷൻ സ്ട്രാറ്റജീസ് ഫോർ ക്ലൈമറ്റ് ചേഞ്ചിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ അഡാപ്റ്റേഷൻ, ഇതൊക്കെ അറിയാം. ഇത് എന്തൊക്കെയാണോ ഇത് അവിടെ കിടക്കും. അപ്പൊ കഴിഞ്ഞു. ഇനി ഈ സാധനം നമ്മുടെ സബ്ജക്റ്റിൽ എല്ലാവർക്കും അറിയണം കേട്ടോ. നമുക്ക് ആദ്യം 8 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉള്ളത് ഇപ്പൊ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ട് വന്നിരിക്കുന്നു. നമ്മുടെ ക്ലൈമറ്റിന്റെ എവിടെയാണ് ഏതായിരുന്നു ക്ലൈമറ്റ് എവിടെയെങ്കിലും കാണാണ്ടോ? 13ാമത്തെയാണ് നമ്മുടെ ക്ലൈമറ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേഗം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോ ഇതൊക്കെ വെറുതെ ഇരിക്കുമ്പോ നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ ഇത് കണ്ടോ, അർബണൈസേഷൻ, ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അവിടെ CO3 എന്ന് പറഞ്ഞിട്ട് 3 ചോദ്യങ്ങൾ കാണുന്നുണ്ട്. ലൈഫ് സൈക്കിൾ അനാലിസിസ് കിടക്കുന്നുണ്ടോ? അർബൺ ഹീറ്റ് ഐലൻഡ്സ്, അർബൺ ഫ്ലഡ്സ്. ഇനി നമ്മുടെ ഇവിടെ വരുമ്പോൾ ഗ്രീൻ എഞ്ചിനീയറിങ്, ഇപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ സാധനം ഗ്രീൻ എഞ്ചിനീയറിംഗ് ആണ്. സർക്കുലാർ ഇക്കണോമി, നേച്ചർ ബേസ്ഡ് ഇത്. അപ്പൊ CO3യും CO4ഉം ആണ് നമ്മുടെ ഈ സീരീസിൽ കവർ ആവുക കേട്ടോ. ഓക്കെ, അപ്പൊ അത് എഴുതാൻ കിട്ടുന്നുണ്ടോ നോക്കുക. ഇനി അടുത്തത് കാർബൺ 1, 2, 3, 4 നമ്മുടെ മോഡ്യൂൾ 1, 2 അർബൺ സ്പ്രോൾ എഴുതാൻ അറിയണം. 3R കൺസെപ്റ്റ്, ക്ലൈമറ്റ് റെസിലിയൻസ് സിറ്റി. ഓക്കെ, അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്ലൈമറ്റ് റെസിലിയൻസ് സിറ്റികൾ മാറിപ്പോയത് കേട്ടോ. മറ്റേ കോപ്പൻഹാഗൻ അതല്ലല്ലോ, അത് സസ്റ്റൈനബിൾ സിറ്റി ആയിരുന്നില്ലേ? ഇത് ക്ലൈമറ്റ് അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ നിങ്ങളൊന്ന് കണ്ടുപിടിക്കോ, ഇതിനൊരു ഗുഡ് മോഡൽ ഉണ്ടോ എന്നുള്ളത് നോക്കിക്കോ. വാട്ട് ഈസ് ഇപ്പൊ എങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇവിടുത്തെ സീരീസിനാണെങ്കിൽ അത് എഴുതണം കേട്ടോ. മനസ്സിലായോ? ക്ലൈമറ്റ് റെസിലിയൻസ് സിറ്റി. ദെൻ ഹൗ അഡാപ്റ്റേഷൻ, അത് കണ്ടോ, അതിപ്പോ നമ്മൾ മതി എന്ന് പറഞ്ഞില്ലേ, ആ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഹൗ അഡാപ്റ്റേഷൻ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ആർ ഡിഫറെന്റ്. അതെങ്ങനെയാ? ക്ലൈമറ്റ് അഡാപ്റ്റേഷനും ക്ലൈമറ്റ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് രണ്ടാണെന്ന്. അതെങ്ങനെയാന്നുള്ളതൊന്ന് കണ്ടുപിടിച്ച് വന്നോ. അത് നമ്മളെ നോക്കാം. അത് കിട്ടുകയാണെങ്കിൽ ഞാനൊന്ന് ഗ്രൂപ്പിൽ പറയാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഇതറിയാലോ, അർബൺ ഹീറ്റ് ഐലൻഡ് അറിയാം, അതിന്റെ കോസസ് അറിയണം, ലൈഫ് സൈക്കിൾ അറിയണം. ദെൻ അർബൺ ഫ്ലഡിനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയണം. പില്ലാഴ്സ് പറയുമ്പോൾ 3 പിന്നെ വാട്ടറിന്റെ ആ ഒരു ടേബിൾ വരച്ചിട്ട് കാര്യങ്ങളൊക്കെ എഴുതണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതായി 15 ആയി. ഇനി ഇവിടെ ഗ്രീൻ ടെക്നോളജീസ്, നമ്മളാ തുടക്ക സ്ലൈഡ്, നേച്ചർ ബേസ്ഡ്, സർക്കുലാർ ഇക്കണോമി കൺസെപ്റ്റ്, ക്ലൈമറ്റ് റെസിലിയൻ. അപ്പൊ ഈ ഒരു ചോദ്യം നന്നായി പഠിച്ചോ. ക്ലൈമറ്റ് റെസിലിയൻ സിറ്റി ഞാൻ എവിടെയോ തന്നിട്ടുണ്ട് തോന്നുന്നു, നിങ്ങൾ എഴുതിയിട്ടുണ്ടോന്ന് അറിയില്ല. ഫാക്ടേഴ്സ് ടു കൺസിഡർ, ഒരു ക്ലൈമറ്റ് റെസിലിയന്റ് ആവാനായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മുടെ സ്ലൈഡിൽ ഇപ്പൊ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പഠിക്കാം. ഓക്കെ അല്ലേ? ഇനി ഇത് നോക്കാം. ഹലോ, കാണുന്നുണ്ടല്ലോ അല്ലേ ആൽവിൻ? ഉണ്ട്. ശരി.
ഇനി ഇതില് ഇത് കണ്ട 3 ഇതല്ല 3 2 3 4 കഴിഞ്ഞു. 3R കൺസെപ്റ്റ് ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട LCA വോയിസ് ഞാൻ ഒന്നുകൂടി ഫോർവേഡ് ചെയ്ത് തരാം, അത് കേട്ട് പഠിക്കുക. സർക്കുലർ ഇക്കണോമി വിത്ത് എക്സാമ്പിൾ കണ്ട, അപ്പൊ അത് പഠിക്കാം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോ. ഗ്രീൻ എഞ്ചിനീയറിംഗ് അത്. ഇനി മൊഡ്യൂൾ 3 അർബണൈസേഷൻ എന്താണ്, അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് കണ്ടോ, അർബണൈസേഷൻ കൊണ്ടുള്ള ഗുണങ്ങളും ദൂഷ്യങ്ങളും ഒക്കെ എഴുതി വെക്കാം. 5 കോസസ് അർബൺ സ്ക്രോളിന്റെ. 4 ഗ്രീൻ ഓപ്ഷൻസ്, ട്രോപ്പിക്കൽ ഇന്ത്യനെ പോലത്തെ കൺട്രിയിലുള്ള ഗ്രീൻ ഓപ്ഷൻസ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞു. ഇനി ഇത് നേച്ചർ ബേസ്ഡ് കണ്ടോ, നേച്ചർ ബേസ്ഡ് 14 മാർക്കിന് ചോദിച്ചിരിക്കണേ. ഇനി വാട്ട് കോമൺ ഫീച്ചർ സസ്റ്റൈനബിൾ സിറ്റി, നമ്മുടെ കോപ്പൻഹാഗൻസിന്റെ ഒരു ഇതില്ലേ കേസ് സ്റ്റഡീസ് ചോദിച്ചിരിക്കണ, കോപ്പൻഹാഗൻ ഓഫ് ഫ്രിഡ്വേൽ അവസാനം അത് എഴുതി വെക്കണം. പിന്നെ കോമൺ ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇതിന് ഏത് ചോദ്യം വേണമെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടാവട്ടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അപ്പൊ എല്ലാം പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് കഴിഞ്ഞോ? ഇത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അർബണൈസേഷൻ എന്താണ്, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് സസ്റ്റൈനബിലിറ്റി, ക്ലൈമറ്റ് റെസിലിയന്റ് പ്ലാനിങ്. ഓക്കെ, ദെൻ 3 നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ്. ഈ ക്ലൈമറ്റ് റെസിലിയന്റ് എന്നുള്ളത് എല്ലാത്തിലും കാണാം, ഇത് എല്ലാത്തിലും കാണാം, ഇതൊക്കെ എല്ലാത്തിലും വരുന്നുണ്ട്. ഇനി കണ്ട അർബൺ ഫ്ലഡിങ്, ലൈഫ് സൈക്കിൾ അനാലിസിസ്, ഗ്രീൻ ടെക്നോളജീസ്. ഇത് കണ്ട ഗ്രീൻ ഓഗസ്റ്റ് ഫ്ലഡിന്റെ ഇത് നിങ്ങൾ എഴുതിയില്ല, നിങ്ങൾ എഴുതിയപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നോ? തേജശ്രീ ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, കുറച്ച് എഴുതിയുള്ളൂ. കുറച്ച് എഴുതിയാൽ മാർക്ക് കിട്ടില്ല. ഇതിലുള്ള കണ്ടോ, ഇതിൽ എത്ര പോയിന്റ് ChatGPT 9 പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയൊക്കെ ഫ്ലഡ് റെസിസ്റ്റന്റ് ആണ്. ഇത് കണ്ടോ, ഇതിൽ കണ്ടോ ഫ്ലഡ് റെസിസ്റ്റന്റ്. ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്തിട്ടുണ്ടോ, ഞാൻ തേജശ്രീയോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനത്തെ ഒരു വീടുണ്ടെന്നൊക്കെ. ഇതാണ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത്, മനസ്സിലായോ? കണ്ടോ, ഇങ്ങനത്തെ നമ്മുടെ ആ പ്ലിന്ത് ലെവൽ റേസ് ചെയ്ത് കൊടുക്കണം. കണ്ടോ ഇവിടെ കണ്ടോ, അതൊക്കെ അടിപൊളിയല്ലേ? സബ് ഗ്രേഡ് ബേസ്മെന്റ് കണ്ടോ, അത് ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക നമ്മള്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ പടങ്ങളും കാര്യങ്ങളൊക്കെ എഴുതിയാൽ വളരെ നല്ലതാണ്. ക്ലിയർ അല്ലേ? കണ്ടോ അതിന്റെ കണ്ടോ ഇവിടെ എന്തൊക്കെയോ കണ്ടോ, ഫ്ലഡ് റെസിസ്റ്റന്റ്. ഇതൊന്നും നിങ്ങളുടെ ആരുടെയും അസൈൻമെന്റിൽ കണ്ടില്ല. ഹൈറ്റ് ആക്സസ് കൊടുക്കുന്നത്, ഹൈറ്റ്, മെക്കാനിക്കൽ സിസ്റ്റം, പാർക്കിംഗ് ഗ്രൗണ്ട്, അതുകൊണ്ടാ. അപ്പൊ ഇത് ഒന്ന് പഠിച്ചു വെച്ചോ, കാരണം ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ചോദിക്കാലോ അവര്. അപ്പൊ ഇതില് ഞാൻ വെറുതെ ഇങ്ങനെ കൊടുത്തപ്പോൾ കണ്ടു ഇത്ര പോയിന്റ്സ്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഫ്ലഡ് റെസിസ്റ്റന്റ്, ഫ്ലഡ് റെസിലിയൻസ്, അർബൺ കണ്ടോ, ഡ്രെയിനേജ്, റിവർ ബേസ്ഡ്, ഇതൊക്കെ നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ രീതിയിലേക്ക് മാറ്റി എഴുതി റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ. ഇനി അതിൻ്റെ ഓർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റിന്യൂവബിൾ എനർജി സോഴ്സസ്, ക്ലൈമറ്റ് ചേഞ്ച്. വാട്ട് ഈസ് ദ റോൾ ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സ്? അതെന്തായിരിക്കും? ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ. അത് നിങ്ങൾ നോക്കിയിട്ട് അഡാപ്റ്റേഷനും മിറ്റിഗേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതും, ഈ റോൾ ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ബുധനാഴ്ച ആകുമ്പോഴേക്കും പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് വരൂ. Then material sustainable design കണ്ടോ, ക്രൈറ്റീരിയ മെറ്റീരിയൽ സെലക്ഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡിസൈൻ ഓഫ് ബിൽഡിങ്സ്. അതിലെന്തായിരിക്കും? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ ഇതില്. ജിസ്നയ്ക്ക് ഓർമ്മയുണ്ടോ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? മെറ്റീരിയൽ സെലക്ഷൻ. അശ്വതി, ശങ്കരി, ഷിയ. ഇല്ലല്ലോ, അത് നല്ലൊരു ചോദ്യമല്ലേ. അതൊന്നും വേണമെങ്കിൽ കണ്ടുപിടിക്കാട്ടോ. എന്ത് തരം മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇക്കോ ഫ്രണ്ട്ലി അല്ലെ? അങ്ങനത്തെ മെറ്റീരിയൽസ് നമ്മൾ ഗാന്ധിജിയുടെ അത് പറഞ്ഞില്ലേ, സസ്റ്റൈനബിൾ ആവാൻ നിങ്ങൾ പറഞ്ഞില്ലേ, അത് പറ്റില്ല എന്നും പറഞ്ഞില്ലേ. അപ്പോൾ അത് ഇത്ര ചുറ്റളവിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെ വീട് 1 കിലോമീറ്റർ ചുറ്റളവിൽ. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാമല്ലോ, അതാണ് ഗാന്ധിജി ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊന്നും അങ്ങനെ നമുക്ക് കിട്ടില്ല. അപ്പൊ ആ രീതിയിലൊക്കെ മെറ്റീരിയൽ സസ്റ്റൈനബിൾ ഡിസൈൻ ആവാനായിട്ടേ എങ്ങനെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇതൊന്ന് കണ്ടുപിടിച്ച് വെച്ചോ കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ പോലെ കവർ ചെയ്തില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ ഇപ്പോഴല്ലേ നോക്കണേ. ഇതും ഒന്ന് നോക്കണം, ഇതും നോക്കണം. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഇതിലെന്തായിരുന്നു? 3 പില്ലേഴ്സ് അറിയാം. സോണിങ് എന്താണ്? ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷനിൽ സോണിങ്ങിന്റെ പ്രസക്തി എന്താണ് അല്ലേ? അപ്പൊ അതിൽ ആ കോസ്റ്റൽ റൂൾസ് റെഗുലേഷൻസും പിന്നെ സെറ്റ് ബാക്സ് കൊടുക്കണതൊക്കെ പ്രോപ്പർ ആണ്, അതൊക്കെ എഴുതണം കേട്ടോ. റെസിഡൻഷ്യൽ ഇതിലാണെങ്കിൽ നമ്മൾ സെറ്റ് ബാക്കുകളും ബിൽഡിംഗ് ഹൈറ്റ്, ആക്സസ്, പിന്നെ അതുപോലെ കോസ്റ്റൽ റൂൾ റെഗുലേഷനിലെ ഇത്, അതുപോലെ നമ്മുടെ ഇവിടെ കാടിൻ്റെ ഒക്കെ അവിടെ വീട് വെക്കുകയാണെങ്കിൽ അല്ലേ,
ഇപ്പോൾ എന്താ പറയാ മൂന്നാർ, വയനാട് ഇവിടെയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയില്ലേ അതിന്റെ ഹില്ലിന്റെ ഡൗൺ സ്ട്രീം സ്ലോപ്പിൽ ഇത്ര പാടില്ലല്ലോ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അർബൻ സ്പോൾ അല്ല എന്താ പറയുക, അർബൻ സ്പോൾ എന്നല്ലോ അതൊക്കെ തന്നെ. അർബൻ സ്പോൾ ഒന്നും അങ്ങനെ അധികം പാടില്ലല്ലോ, അത് സേഫ് ആയിട്ടുള്ള സ്ലോപ്പിലൊക്കെയല്ലേ വെക്കാൻ പാടുള്ളൂ. അപ്പൊ അതൊക്കെ എന്താണ് സോണിങ്ങിൽ ഉൾപ്പെട്ടതാണ്. ഫോറസ്റ്റ് ഏരിയയിലാണെങ്കിൽ, ഫോറസ്റ്റ് എന്നല്ല ഹൈലാൻഡ് ഏരിയയിലാണെങ്കിൽ, ലോ ലാൻഡ് ഏരിയ കോസ്റ്റൽ ഏരിയയിലാണെങ്കിൽ അവിടെയൊക്കെ സോണിങ്ങിന് പ്രസക്തി ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ അത് നോക്കി പഠിച്ചോളൂ. അത് ഇപ്പൊ നമ്മുടെ നോട്ടിലില്ലെങ്കിലും നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞിട്ട് എഴുതാതിരിക്കരുത്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിക്ക് വരുന്നുണ്ട്. പിന്നെ ക്ലൈമറ്റ് റെസിലിയന്റ് മെഷേഴ്സ് ഉണ്ടോ, അതിപ്പോ അറിയാലോ. ഹീറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ മെഷേഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഉമാശങ്കരി അല്ലേ? അതെ, ഉമാശങ്കരി പറഞ്ഞ 2 പോയിന്റ്സ് പറഞ്ഞു, അത് വെച്ച് നമുക്ക് നിർത്താം. ചൂട് കുറയ്ക്കാനായിട്ട്, നമുക്ക് എക്സ്ട്രീം ഹീറ്റ് കുറയ്ക്കാനായിട്ട് സജസ്റ്റ് 2 ക്ലൈമറ്റ് റെസിലിയന്റ് മെഷേഴ്സ്. എന്തെങ്കിലും ഒരു ഓർമ്മയിൽ വരുന്നത് പറഞ്ഞു. അല്ലെങ്കിൽ ആരെങ്കിലും വേഗം ഒന്ന് പറഞ്ഞോ. ഡ്യൂ ടു ക്ലൈമറ്റ് റെസിലിയന്റ് മെഷേഴ്സ് എന്തായിരിക്കും? ഈ പണ്ട് കാലത്ത് ഇതിവിടെ ആരും ഇല്ലേ? ഇപ്പൊ ആർക്കും ഒന്നും പറയാൻ കിട്ടുന്നില്ലേ? ഈ കോൺക്രീറ്റ് വീടുകളായതല്ലേ പ്രശ്നം. പണ്ടൊക്കെ ഇങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, ഇഷ്ടിക അല്ലെങ്കിൽ ഓടിട്ട വീട് ഇതൊക്കെ ആകുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ അല്ലേ? ഷിയ പറഞ്ഞത് ശരിയാണോ? കണ്ട. അപ്പൊ അത് അങ്ങനത്തെ എർത്തിലുള്ള മെറ്റീരിയൽസ് നേരെ അങ്ങനെ യൂസ് ചെയ്യാൻ വരുമ്പോ അല്ലെ, ബ്രിക്സ് അല്ലെങ്കിൽ ഇത് കോൺക്രീറ്റിന്റെ ഒക്കെ ഇത് കുറയ്ക്കുക, അങ്ങനെ അർബൻ കനോപ്പി, അർബൻ ഹീറ്റ് ഐലൻഡ് കുറയ്ക്കുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓൾറെഡി ഇതാവില്ലേ? അപ്പൊ ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചൂട് കുറയ്ക്കാനായിട്ട് ബിൽഡിങ്ങിൽ എന്തൊക്കെ, ബിൽഡിംഗ് ഡിസൈനിലും ബിൽഡിംഗ് എലമെന്റ്സ് ഒക്കെ എന്തൊക്കെ നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് 2 എണ്ണം അവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇതിൽ നോക്കുമ്പോൾ മൊഡ്യൂൾ 3 അറിയാലോ, അർബണൈസേഷൻ എന്താണ്, അർബൻ ഹീറ്റ് ഐലൻഡ് മനസ്സിലായോ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഹൗ ഇൻഡസ്ട്രിയലൈസേഷൻ ലീഡ്സ് ടു ദ ഡിറ്റീരിയേഷൻ എയർ വാട്ടർ സൊല്യൂഷൻ. അർബണൈസേഷന്റെ കാര്യങ്ങൾ തന്നെ എഴുതിയാൽ മതി. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് ഇങ്ങനെ കൂടുതൽ വരുന്നതല്ലേ ഇത് അർബണൈസേഷനിൽ കേട്ടാ. ഇനി മിറ്റിഗേഷൻ ഇത് നോക്കിക്കോ, ഇതിന്റെ ആൻസർ കിട്ടുകയാണെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് ഷെയറിങ് ചെയ്യാം. ഈ മിറ്റിഗേഷൻ, അഡാപ്റ്റേഷൻ, പ്രജുഡീസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ഓക്കെ, ദെൻ വിത്ത് 3 എക്സാമ്പിൾസ്, മിറ്റിഗേഷന്റെ 3 എക്സാമ്പിളും അഡാപ്റ്റേഷന്റെ 3 എക്സാമ്പിളും പറഞ്ഞിട്ട് ഗ്ലോബൽ വാർമിങ്ങിനെ അത് എങ്ങനെ ചെറുക്കുന്നു ക്ലൈമറ്റ് ചേഞ്ചിൽ എന്നുള്ള ഒരു പോയിന്റ് എഴുതണം. ഇതിന്റെ ഓവറായിട്ട് ചോദിച്ചിട്ടുള്ള സർക്കുലർ എക്കണോമിയാണ്. ദെൻ ഗ്രീൻ, ഡിസ്ക്രൈബ് എനി വൺ ഗ്രീൻ എനർജി സൊല്യൂഷൻ ടു റെഡ്യൂസ് കാർബൺ എമിഷൻ. കാർബൺ എമിഷൻ കുറയ്ക്കാനായിട്ട് എന്താ എനി വൺ മതി. അപ്പൊ നമ്മൾ ബയോഗ്യാസ്, ബയോഫ്യൂവല്, ഇലക്ട്രിസിറ്റി യൂസേജ് അങ്ങനെയൊക്കെ പറഞ്ഞൂടെ? അല്ലാതെയും കുറെ പോയിന്റ്സ് പറയാം. അതിപ്പോ വെഹിക്കിൾസിൽ മാത്രമല്ല, അല്ലാതെ നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് എങ്ങനെ ഗ്രീൻ ഇത് കൊണ്ടുവരാം. മനസ്സിലായോ? ഇനി മറ്റേല് ക്യോട്ടോ പ്രോട്ടോക്കോളും ഇതുമാണ് ഇവിടെ എപ്പോഴും ചോദിക്കുള്ളൂ. അപ്പൊ അത് ബൈ ഹാർട്ട് പഠിച്ച് എഴുതി വെക്കേണ്ട കുറെ കാര്യങ്ങളാണ്. അത് നമുക്ക് ഇനി 1 അവറേ നമുക്ക് കിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതിൽ നമുക്ക് പോർഷൻ തീർത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് ഇത് തരും. അപ്പൊ അത് സെമിനാറായിട്ട് പിറ്റേ ദിവസം അവതരിപ്പിച്ച് നമ്മുടെ പോർഷൻ കൊണ്ട് അവസാനിപ്പിക്കാം കേട്ടാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പൊ ഇത്രയും വെച്ചിട്ട് പഠിച്ചോളൂ കേട്ടാ. ഓക്കെ, അപ്പോ താങ്ക് യു മിസ്. ഓക്കെ. Good night. Thank you. Thank you.